ഇതിന്റെ മൊഡ്യൂൾ 3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ മൊഡ്യൂൾ 3 നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരൊറ്റ ടോപ്പിക് മാത്രമാണ്, വേരിയസ് പാർട്സ് ഓഫ് ആൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ഒരു എഞ്ചിന്റെ വിവിധ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ നമ്മൾ പരിചയപ്പെടും, അവരെ പറ്റി പഠിക്കും. അവരെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, ഈ പാർട്ടുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ തീരും. അപ്പൊ നമ്മുടെ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഞ്ചിന്റെ പാർട്ടുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ അകത്ത് എഞ്ചിന്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത് എഞ്ചിൻ ബ്ലോക്ക് ആണ്. അപ്പൊ എഞ്ചിൻ ബ്ലോക്കിന്റെ അകത്താണ് സിലിണ്ടർ, പിസ്റ്റൺ, അങ്ങനെയുള്ള സാധനങ്ങൾ, കണക്ടിംഗ് റോഡ്, അങ്ങനെയുള്ള ക്രാങ്ക് ഷാഫ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് നമ്മുടെ എഞ്ചിൻ ബ്ലോക്കിലാണ്. ഇനി എഞ്ചിൻ ബ്ലോക്കിന്റെ മുകളിലായിട്ട് നമുക്കൊരു സിലിണ്ടർ ഹെഡ് കാണാനായിട്ട് സാധിക്കും. ആ സിലിണ്ടർ ഹെഡിലാണ് നമ്മുടെ വാൽവ്, ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, അതുപോലെ സ്പാർക്ക് പ്ലഗ്, ഫ്യൂൽ ഇഞ്ചക്ടർ പോലുള്ള സാധനങ്ങളൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ മേലെയായിട്ട് ഇതിനൊരു കവറായിട്ട് സിലിണ്ടർ ഹെഡ് കവർ, വാൽവുകളുടെ ഒക്കെ മേലെയായിട്ട് സിലിണ്ടർ ഹെഡ് കവർ ഉണ്ടാവും. ഇനി എഞ്ചിൻ ബ്ലോക്കിന്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓയിൽ പാൻ ആണ്. അതിനെ ഓയിൽ സമ്പ് എന്നും വിളിക്കാറുണ്ട്. ലൂബ്രിക്കേഷൻ ഓയിൽ സൂക്ഷിച്ചു വെക്കുന്ന ഓയിൽ പാൻ ആണത്. ഇനി നമുക്ക് എഞ്ചിന്റെ അകത്തോട്ട് ആളുകളെ കടത്തിവിടാനും എഞ്ചിനിൽ നിന്ന് കത്തിത്തീർന്ന സാധനങ്ങൾ വെളിയിലോട്ട് തള്ളിക്കളയാനായിട്ട് നമുക്ക് മാനിഫോൾഡുകൾ ഉണ്ട്. അകത്തോട്ട് കയറി വരാനായിട്ട് ഇൻടേക്ക് മാനിഫോൾഡും പുറത്തോട്ട് തള്ളിക്കളയാനായിട്ട് എക്സോസ്റ്റ് മാനിഫോൾഡും ഉണ്ട്. അപ്പൊ ഇവരെ നമുക്ക് മേജർ പാർട്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എഞ്ചിൻ ബ്ലോക്ക്, സിലിണ്ടർ ഹെഡ് കവർ, ഓയിൽ പാന്, ഇൻടേക്ക് മാനിഫോൾഡ്, അതുപോലെ തന്നെ എക്സോസ്റ്റ് മാനിഫോൾഡ്. ഇനി ഇവരെ കൂടാതെ എഞ്ചിന്റെ അകത്ത് എഞ്ചിന്റെ അസംബ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജോയിനിങ് പാർട്സുകളുടെ ഇടയിലും ഓരോ പാർട്ടുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെയൊക്കെ ഇടയിൽ ഓറഞ്ച് കളറിലായിട്ടുള്ള നമുക്ക് ഒരു സാധനം കാണാൻ പറ്റും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ്, കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഗ്യാസ്കറ്റ്. അപ്പൊ ഇത് എവിടെ വരുന്നതെന്നുള്ളത് ബേസ് ചെയ്തിട്ട് ഗ്യാസ്കറ്റുകൾക്ക് പല പല പേരുകളുള്ളതായിട്ട് നമുക്ക് ഫിഗർ തന്നെ കാണാനായിട്ട് സാധിക്കും. ഈ ഗ്യാസ്കറ്റുകളുടെ പണി എന്ന് പറഞ്ഞാൽ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. അത് ഓരോ സ്ഥലത്തും ഓരോ ലീക്കേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എഞ്ചിന്റെ മെയിൻ പാർട്ടുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇവർ ഓരോരുത്തരെയും പറ്റി നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഷോർട്ട് നോട്ട് വെച്ചിട്ട് നോക്കാം. അപ്പൊ ഷോർട്ട് നോട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഓരോ പാർട്സിനെയും എടുത്ത് പഠിക്കും. അതിന്റെ അകത്ത് ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് സിലിണ്ടർ ഹെഡ് ആണ്. അപ്പൊ ഓരോ പാർട്ടുകളെ പറ്റിയും പറയുമ്പോൾ അവിടെ പറയേണ്ട, നമ്മൾ എക്സാമിന് എഴുതേണ്ട പോയിന്റുകൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിലൂടെ കൊടുത്തേക്കാണ് കാണുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് റിവിഷന് വേണ്ടി ഉപയോഗിക്കേണ്ട നോട്ടാണ്. നമ്മൾ ഇത് റിമെമ്പർ ചെയ്യാനായിട്ട്, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിന്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്. എക്സാമിന് ഈ പോയിന്റ് മാത്രം എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല, ഈ പോയിന്റുകൾ വിശദീകരിച്ച് എഴുതാനായിട്ട് സാധിക്കണം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതെല്ലാത്തിനും ഞാൻ കോമൺ ആയിട്ട് കൊടുത്തേക്കോട്ടോ. കണ്ടോ, ഏത് പാർട്ട് എടുത്തു കഴിഞ്ഞാലും അതിന്റെ അകത്ത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്ന പൊസിഷൻ ആണ്. താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആദ്യം തന്നെ പറയണ്ടേ, ഏതെങ്കിലും ഒരു ബ്ലോക്കിനെ പറ്റി പറയുമ്പോൾ അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നിങ്ങൾ ഫസ്റ്റ് പറയണ്ടേ. അപ്പൊ സിലിണ്ടർ ഹെഡിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്കറിയാം. സിലിണ്ടർ ബ്ലോക്കിന്റെ മുകളിലായിട്ടാണ് വരുന്നത്. ഇറ്റ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദി സിലിണ്ടർ ബ്ലോക്ക്. നമുക്ക് പൊസിഷൻ അങ്ങനെ പറയാം. രണ്ടാമത് പറയേണ്ട പോയിന്റ്, ഇറ്റ് ഈസ് എ സിംഗിൾ കാസ്റ്റഡ്. അത് സിംഗിൾ കാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ അച്ചിൽ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്, ഒരൊറ്റ സിംഗിൾ പാർട്ടാണ്. വെൽഡ് ചെയ്തോ അല്ലെങ്കിൽ നട്ടും ബോൾട്ട് ഉപയോഗിച്ച് ജോയിൻ ചെയ്ത സാധനമല്ല. സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസ് ആണ്. ഇനി അതിന്റെ അകത്ത് ഓയിൽ ആൻഡ് വാട്ടർ പാസേജ് ഉണ്ട്. ലൂബ്രിക്കേഷൻ ഓയിലും അതുപോലെ തന്നെ കൂളന്റിനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള പാസേജ് ഉണ്ട്. ഇനി സിലിണ്ടർ ഹെഡിന്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വാൽവ് ഉണ്ട്, അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ്, ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഇഞ്ചക്ടർ. അതുകൂടാതെ സിലിണ്ടർ ഹെഡിന്റെ അവിടെയായിട്ട് ഗ്യാസ്കറ്റ് വരും. ഗ്യാസ്കറ്റുകൾ യൂസ് ചെയ്യുന്നത് ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സിലിണ്ടർ നമ്മൾ ആ ഫിഗറിൽ കണ്ടായിരുന്നു, ഇവിടെ ഫിഗറിൽ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ സിലിണ്ടർ ഹെഡ് ഇതാണ്. സിലിണ്ടർ ഹെഡിന്റെയും നമ്മുടെ എഞ്ചിൻ ബ്ലോക്കിന്റെയും ഇടയിൽ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാസ്കറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലീക്കേജ് പ്രിവെന്റ് ചെയ്യാനാണ്. അപ്പൊ അതുപോലെ ഒരു ഗ്യാസ്കറ്റ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റേൺ, അതുപോലെ തന്നെ അലൂമിനിയം അലോയ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇത്രയും പോയിന്റുകൾ ഈ രീതിയിൽ ഏറ്റവും ഷോർട്ടായിട്ട് പഠിച്ചു വയ്ക്കുക, എന്നിട്ട് അതിനെ വിവരിക്കാനായിട്ട് പഠിക്കുക. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ക്രാങ്ക് കേസ് ആണ്. ഇതിന്റെ രണ്ടിനെയും ഒരൊറ്റ പാർട്ടായിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ മുന്നത്തെ ഫിഗറിൽ കണ്ട പോലെ ഇതാണ് നമ്മുടെ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ആ സിലിണ്ടർ ബ്ലോക്കിന്റെയും അതുപോലെ തന്നെ അതിന്റെ അടിയിൽ വരുന്ന ക്രാങ്ക് കേസിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പൊസിഷൻ ആണ് പറയേണ്ടത്. ബാക്കി എല്ലാ പാർട്ടുകളെ പറ്റി പറയുമ്പോൾ ഇപ്പൊ സിലിണ്ടർ ഹെഡിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, സിലിണ്ടർ ബ്ലോക്കിന്റെ മേലെ എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്കിന്റെ മേലെ. അതായത് ഈ സിലിണ്ടർ ബ്ലോക്കാണ് ഏറ്റവും സെൻട്രലിൽ ഇരിക്കുന്നത്. അപ്പൊ അയാൾക്ക് റെസ്പെക്ട് ആയിട്ടാണ്, അയാളെ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പറഞ്ഞത്. സിലിണ്ടർ ബ്ലോക്കിന്റെ മേലെ, സിലിണ്ടർ ബ്ലോക്കിന്റെ താഴെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നത്. പക്ഷേ സിലിണ്ടർ ബ്ലോക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അയാളെ വെച്ച് തന്നെ പറയാൻ പറ്റുമല്ലോ. അപ്പൊ സിലിണ്ടർ ബ്ലോക്കിനെ പറ്റി നമുക്ക് പറയാനുള്ള കാര്യം, ഇറ്റ് ഈസ് ദ മെയിൻ ബോഡി ഓഫ് ദി എഞ്ചിൻ ആണ്. എഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സിലിണ്ടർ ബ്ലോക്ക്. അപ്പൊ പൊസിഷൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. രണ്ടാമത് സിലിണ്ടർ ഹെഡിലുള്ള പോലെ തന്നെ ഇവിടെയും ഓയിൽ ആൻഡ് വാട്ടർ പാസേജ് ഉണ്ട്. ഇനി സിലിണ്ടർ ബ്ലോക്കിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ പിസ്റ്റൺ സിലിണ്ടർ ഉണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ കണക്ടിംഗ് റോഡ് ഉണ്ട്. പിന്നെ വാൽവ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, വാൽവ് അടയും തുറക്കും വേണമല്ലോ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് വാൽവിന് വേണ്ടിയിട്ട് വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഉണ്ട്. വാൽവിനെ അടയ്ക്കും തുറക്കും ചെയ്യുന്ന മെക്കാനിസം. ആ മെക്കാനിസത്തിന് വേണ്ടിയുള്ള ക്യാമ്പ് ഷാഫ്റ്റ്, പുഷ് റോഡ്, ടാപ്പറ്റ്, ഇവരുടെ പേരുകൾ മാത്രം അറിയുന്നതായിട്ടോ. ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന സിലിണ്ടർ ബ്ലോക്കിന്റെ അകത്ത് ഉണ്ടാവും. ഇനി സിലിണ്ടർ ബ്ലോക്കിന്റെ ഒപ്പം തന്നെ വരുന്ന ആളാണ് ക്രാങ്ക് കേസ്. ആ ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ പൊസിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ ബ്ലോക്കിന്റെ നേരെ താഴെയാണ് വരുന്നത്, ബോട്ടം ഓഫ് ദി സിലിണ്ടർ ബ്ലോക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ക്രാങ്ക് കേസിന്റെ അകത്ത് ക്രാങ്ക് ഷാഫ്റ്റ് ആണുള്ളത്. നമ്മൾ എഞ്ചിൻ പ്രവർത്തിച്ച് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിനാണ് കറക്കുന്നത് അല്ലെ. ആ ക്രാങ്ക് ഷാഫ്റ്റ് ഇരിക്കുന്നത് ക്രാങ്ക് കേസിന്റെ അകത്താണ്. ഇനി ബ്രാക്കറ്റിൽ ഞാൻ സ്പ്ലിറ്റ് ബെയറിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ബെയറിംഗ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ബെയറിംഗ് ആണ്.
കേസിന്റെ അകത്ത് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. ആ ക്രാങ്ക് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ബെയറിംഗ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഓയിൽ സമ്പാണ്. ഇനി നമ്മൾ ഓയിൽ സമ്പിന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഓയിൽ സമ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിന്റെ താഴെയായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് അറ്റ് ദ ബോട്ടം ഓഫ് ദി സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിന്റെ താഴെയായിട്ടാണ് നമ്മുടെ ഓയിൽ സമ്പിന്റെ പൊസിഷൻ വരുന്നത്. ഇനി സ്റ്റോർസ് എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? ഓയിൽ സമ്പ് സ്റ്റോർസ് ഈ ലൂബ്രിക്കേഷൻ ഓയിൽ. ലൂബ്രിക്കേഷൻ ഓയിലിനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാം, ഇറ്റ് യൂസസ് എ ഡ്രെയിൻ പ്ലഗ്. അതായത് അതിന്റെ അകത്ത് ഡ്രെയിൻ പ്ലഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതാണ് നമ്മുടെ ഓയിൽ സമ്പിന്റെ പടം. ആ ഓയിൽ സമ്പിന്റെ പടത്തിൽ നമുക്കൊരു ഡ്രെയിൻ പ്ലഗ് കാണാനായിട്ട് സാധിക്കും. ആ ഡ്രെയിൻ പ്ലഗ് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ലൂബ്രിക്കേഷൻ ഓയിൽ ഒരുപാട് നാൾ സർക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെട്ടു പോകും. അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്നേരം നമുക്ക് ഈ ലൂബ്രിക്കേഷൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പൊ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഊറ്റി കളയാൻ വേണ്ടിയിട്ട്, ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രെയിൻ പ്ലഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് പറയാം, അതിന്റെ അകത്ത് ഒരു ഡ്രെയിൻ പ്ലഗ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ലൂബ്രിക്കേഷൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓയിൽ സമ്പ് ഒരു ഗ്യാസ്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാ വരുന്നത് നിങ്ങൾ നോക്കി, താഴെ കാണുന്ന ഓയിൽ പാൻ, മേലെ കാണുന്ന എഞ്ചിൻ ബ്ലോക്ക്, അതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് ഓറഞ്ച് കളറിൽ ഗ്യാസ്കറ്റ് ഇരിക്കുന്നുണ്ടോ? ഇനി ആ ഗ്യാസ്കറ്റിന്റെ, അപ്പൊ നമുക്ക് പറയാം അവിടെ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്. ആ ഗ്യാസ്കറ്റ് ഇരിക്കുന്നത് ഓയിൽ പാന്റെയും എഞ്ചിൻ ബ്ലോക്കിന്റെയും ഇടയിലാണ്. ആ ഗ്യാസ്കറ്റിന്റെ പണി എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇവിടെ ലീക്കേജ് വരാൻ സാധ്യതയുള്ളത് ലൂബ്രിക്കേഷൻ ഓയിലിന്റെ ലീക്കേജ് ആണ്. അപ്പൊ ഓയിൽ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഗ്യാസ്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് പറയാം, ഈ ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞ പോയിന്റിൽ ആഡ് ചെയ്യാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഒന്ന് അലൂമിനിയം അലോയ്. അത് നമ്മൾ നേരത്തെ എഞ്ചിൻ ബ്ലോക്കിന്റെ കേസ് പറഞ്ഞപ്പോൾ കണ്ടാണ്. ഇനി അത് കൂടാതെ മറ്റോടത്ത് നമ്മൾ എഞ്ചിൻ ബ്ലോക്കിന്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ അത് കൂടാതെ കണ്ടത് കാസ്റ്റ് ആണായിരുന്നു. CI കാസ്റ്റ് ആണ് ഓർത്തിരിക്കുക കേട്ടോ. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് PSS ആണ്, പ്രസ്ഡ് സ്റ്റീൽ ഷീറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പ്രസ്ഡ് സ്റ്റീൽ ഷീറ്റ്, സ്റ്റീലിന്റെ ഷീറ്റ് പ്രസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ. അപ്പൊ പ്രസ്ഡ് സ്റ്റീൽ ഷീറ്റ് അല്ലെങ്കിൽ അലൂമിനിയം അലോയ് ഉപയോഗിച്ചിട്ടാണ് ഓയിൽ സമ്പ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് മാനിഫോൾഡുകളാണ്. മാനിഫോൾഡുകളുടെ പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനിഫോൾഡുകൾ ജസ്റ്റ് ഒരു പൈപ്പുകളാണ് അല്ലെ. മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ പൈപ്പുകളാണ്. ആ പൈപ്പുകൾ നമ്മൾ എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്? സിലിണ്ടർ ഹെഡിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സിലിണ്ടർ ഹെഡിലോട്ട് അവരുടെ ഇടയിലും ഗ്യാസ്കറ്റുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയാം, മാനിഫോൾഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം അത് പൈപ്പാണ്. പൈപ്പ് കണക്റ്റഡ് ടു ദ സിലിണ്ടർ ഹെഡ് ആണ്. മാനിഫോൾഡ് ആർ പൈപ്സ് കണക്റ്റഡ് ടു ദ സിലിണ്ടർ ഹെഡ്. ഇനി ഈ മാനിഫോൾഡ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഇൻടേക്ക് മാനിഫോൾഡ് ഉണ്ട്, അതുപോലെ എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ പറയാം, ഇൻടേക്ക് മാനിഫോൾഡ് എന്താ ചെയ്യുന്നത്? എയർഫ്യൂൽ മിക്സറിനെ അല്ലെങ്കിൽ ചാർജിനെ അകത്തോട്ട് കയറാനായിട്ട് സഹായിക്കും. ഇനി എക്സോസ്റ്റ് മാനിഫോൾഡ് എന്താ ചെയ്യുക? കത്തിത്തീർന്ന ഗ്യാസുകളെ പുറത്തോട്ട് തള്ളി കളയാനായിട്ട് സഹായിക്കും. ഇനി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റേണും അതുപോലെ തന്നെ അലൂമിനിയം അലോയും തന്നെയാണ്. അതായത് എഞ്ചിൻ ബ്ലോക്കിൽ നിർമ്മിക്കാനായിട്ട് ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്? അതേ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എക്സോസ്റ്റ് മാനിഫോൾഡിനെ പറ്റി നമുക്ക് ഒരു പോയിന്റ് അഡീഷണൽ പറയാം. എക്സോസ്റ്റ് മാനിഫോൾഡിന് ഒരു പ്രത്യേക കഴിവ് വേണം. അതിന് ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള, ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് വേണം. കാരണം ഈ പുറത്തോട്ട് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിനൊക്കെ നല്ല ചൂട് വേണം. ആ ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡിന് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാനിഫോൾഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ പൈപ്പ് കണക്റ്റഡ് ടു ദ സിലിണ്ടർ ഹെഡ് ആണ്. അത് ഇൻടേക്ക് മാനിഫോൾഡ് ഉണ്ട്, എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ട്. അത് മേക്ക് ചെയ്തിരിക്കുന്നത് കാസ്റ്റ് ആണ്, അലൂമിനിയം അലോയ് ഉപയോഗിച്ചിട്ടാണ്. ഇനി എക്സോസ്റ്റ് മാനിഫോൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ഹൈ ടെമ്പറേച്ചർ തടുത്തു നിർത്താനുള്ള, റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഗ്യാസ്കറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ ആ ഫിഗറിൽ ഗ്യാസ്കറ്റുകൾ ഒരുപാട് കണ്ടായിരുന്നു. ആ ഗ്യാസ്കറ്റുകൾ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. എവിടേക്കാണോ രണ്ട് സർഫസുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത്, ആ ജോയിൻ ചെയ്യുന്ന സർഫസുകളുടെ ഇടയിലൊക്കെ ഗ്യാസ്കറ്റ് ഉണ്ടാവും. അപ്പൊ ഗ്യാസ്കറ്റിന്റെ പൊസിഷൻ ആയിട്ട് നമുക്ക് പറയാം ബിറ്റ്വീൻ ടു ബോൾട്ടഡ് സർഫസ്. രണ്ട് സർഫസുകളെ ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇടയിലൊക്കെ നമ്മുടെ ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞ ആളുണ്ടാവും. ഇനി ഗ്യാസ്കറ്റിന്റെ പണി എന്ന് പറയുന്നത് സീൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ലീക്കേജ് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ് ഗ്യാസ്കറ്റിന്റെ പണി. ഒറ്റ വാക്കിൽ നമുക്ക് പറയാം സീൽ ചെയ്യുക എന്നുള്ളതാണ് ഗ്യാസ്കറ്റിന്റെ പണി. എന്തിനെയൊക്കെ സീൽ ചെയ്യാന്നുള്ളതാണ് ഗ്യാസിന്റെ പണി? ഗ്യാസ്, ഓയിൽ, കൂളന്റ്. ഒരാളെ മാത്രം സീൽ ചെയ്താൽ പോരാ, അത് ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് അത് പല ആൾക്കാരെ സീൽ ചെയ്യണം. പല ആൾക്കാരിൽ ലീക്കേജ് പ്രിവെന്റ് ചെയ്യണം. അത് ഗ്യാസ് ആവാം, ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ കത്തി ഉണ്ടാവുന്ന ഗ്യാസ്. അതുപോലെ ലൂബ്രിക്കേഷൻ ഓയിൽ ആവാം, അല്ലെങ്കിൽ കൂളന്റ് ആവാം. ഇവരുടെയൊക്കെ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് ഗ്യാസ്കറ്റിന്റെ പണിയാണ്. ഇനി ഗ്യാസ്കറ്റിന് വേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ്, കുറച്ച് പ്രത്യേകതകൾ, അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഫംഗ്ഷൻസ്, അവർ ചെയ്യേണ്ട കുറച്ച് പണികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഷോർട്ട് ഫോമിലാക്കി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ആരോമാർക്ക് മേലോട്ട് കേൾക്കണേ എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ എന്നാണ്. ഈ മേലോട്ട് ആരോമാർക്ക് എന്റെ അർത്ഥം പ്രഷർ ഹൈ എന്നാണ്. അതായത് രണ്ട് പണി എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിനെയും ഹൈ പ്രഷറിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്, പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ്. നല്ല ടെമ്പറേച്ചറുള്ള സമയത്ത് ഉരുകി പോകാതെ, അല്ലെങ്കിൽ നല്ല പ്രഷറുള്ള സമയത്ത് പൊട്ടിപ്പോകാതെ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണെന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് പണികൾ. ഈ ആദ്യത്തെ രണ്ട് വേണ്ട ഗുണമേന്മകൾ അതാണ്. ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, അതുപോലെ തന്നെ ഹൈ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി മൂന്നാമത്തെ അതിന് വേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോ റിയാക്ഷൻ. അതായത് അകത്ത് ഫ്യൂൽ കത്തുന്ന സമയത്ത്, എഞ്ചിന്റെ അകത്ത് ഫ്യൂൽ കത്തുന്ന സമയത്ത് ഈ എഞ്ചിൻ ബ്ലോക്കിന്റെ മേലായിട്ട് ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്. അപ്പൊ ഈ ഫ്യൂൽ കത്തുന്ന സമയത്ത് അത് കമ്പഷൻ പറഞ്ഞാൽ ഫ്യൂൽ കത്തുന്നതിനാണ് നമ്മൾ കമ്പഷൻ വിളിക്കുന്നത്. ആ കമ്പഷനായിട്ട് റിയാക്ട് ചെയ്യരുത്. അതുപോലെ ഒരു ചേഞ്ച് നമ്മുടെ ഗ്യാസ്കറ്റിൽ ഉണ്ടാവരുത്.
സോ ദർ ഷുഡ് ബി നോ റിയാക്ഷൻ ഡ്യൂറിംഗ് കമ്പഷൻ ആയിട്ട് ഒരു റിയാക്ഷനും ഉണ്ടാവരുത്. ഇനി അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അതായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ള പണി. അത് ഓൾറെഡി നമ്മളോട് പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനം കൊടുത്തതാണ്. സീൽ ചെയ്യാന്നുള്ളതാണ്. അതായത് ഗ്യാസ്, ഓയിൽ, കൂളന്റ് പോലുള്ള സാധനങ്ങളെ ലീക്കേജ് കൂടാതെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ സീൽ ചെയ്യാന്നുള്ളതാണ് ഗ്യാസ്കറ്റിന്റെ നാലാമത്തെ പണി. അപ്പൊ ഗ്യാസ്കറ്റ് ഉപയോഗിക്കുന്നത് രണ്ട് ബോൾട്ടഡ് സർഫസുകളുടെ ഇടയിലാണ്. അത് സീൽ ചെയ്യുന്നത് ഗ്യാസ്, ഓയിൽ, കൂളന്റ് പോലുള്ള ആളുകളെയാണ്. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് പറയുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, ഹൈ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, കമ്പഷൻ ആയിട്ട് റിയാക്ഷൻ ഉണ്ടാവരുത്, അതുപോലെ തന്നെ അത് പ്രോപ്പർ ആയിട്ട് ഗ്യാസ്, ഓയിൽ, കൂളന്റ് പോലുള്ള സാധനങ്ങളെ സീൽ ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി ഗ്യാസ്കറ്റിനെ പറ്റി അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട സാധനമുണ്ട്, ടൈപ്സ് ഓഫ് ഗ്യാസ്കറ്റ്സ്. അത് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. ഇനി ടൈപ്സ് ഓഫ് ഗ്യാസ്കറ്റ് പ്രത്യേകം ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഇപ്പൊ ടൈപ്പ് ഓഫ് ഗ്യാസ്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ആദ്യത്തെ 4 ഗ്യാസ്കറ്റുകൾ അത് എവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പണി എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ തരംതിരിച്ചേക്കുന്നത്. ഇനി അവസാനത്തെ 2 ഗ്യാസ്കറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തരംതിരിച്ചേക്കുന്നത്. അവസാനത്തെ 2 നോക്കി കഴിഞ്ഞാൽ ഒരെണ്ണം മെറ്റാലിക്കും ഒരെണ്ണം കോർക്കുമാണ്. അപ്പൊ അത് രണ്ടും അതിന്റെ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ 4 ഈ പറഞ്ഞ പോലെ അതിന്റെ പണികളെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഹെഡ് ഗ്യാസ്കറ്റ്, സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ്, മാനിഫോൾഡ് ഗ്യാസ്കറ്റ്, ഓയിൽ പാൻ ഗ്യാസ്കറ്റ്. നമ്മൾ ആദ്യം കണ്ട ഫിഗറിൽ ഈ പറഞ്ഞ ആളുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഹെഡ് ഗ്യാസ്കറ്റിനെ കാണാനായിട്ട് സാധിക്കും. ഇനി ഹെഡ് ഗ്യാസ്കറ്റിന്റെ മേലെയായിട്ട് സിലിണ്ടർ ഹെഡ് കവർ ഗ്യാസ്കറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ മാനിഫോൾഡുകളെയും സിലിണ്ടർ ഹെഡിന്റെയും ഇടയിലായിട്ട് മാനിഫോൾഡ് ഗ്യാസ്കറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി താഴെ ഓയിൽ പാന്റെയും എഞ്ചിൻ ബ്ലോക്കിന്റെ ഇടയിലായിട്ട് ഓയിൽ പാൻ ഗ്യാസ്കറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഗ്യാസ്കറ്റുകളാണ് നമുക്ക് ആദ്യത്തെ 4 പേരായിട്ട് വന്നത്. അപ്പൊ ഞാൻ മെയിൻ നോട്ട് വെച്ചിട്ട് ഈ സാധനം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഹെഡ് ഗ്യാസ്കറ്റ് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാനുള്ള ഓരോ ഗ്യാസ്കറ്റും പറയുമ്പോൾ ആദ്യം പറയേണ്ട അതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ ആണ്. ഹെഡ് ഗ്യാസ്കറ്റ് ഇരിക്കുന്നത് സിലിണ്ടർ ഹെഡിന്റെയും സിലിണ്ടർ ബ്ലോക്കിന്റെ ഇടയിലാണ്. അപ്പൊ അതിന്റെ പണി എന്തായിരിക്കും? സിലിണ്ടർ ഹെഡിന്റെയും സിലിണ്ടർ ബ്ലോക്കിന്റെ ഇടയിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അതായത് മേലെ കണ്ട ഫിഗറിൽ സിലിണ്ടർ ബ്ലോക്കിന്റെയും സിലിണ്ടർ ഹെഡിന്റെയും ഇടയിൽ ഇവിടെയായിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ പണി എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ചേംബറിനെ സീൽ ചെയ്യുക എന്നുള്ളതാണ്. അത് കമ്പഷൻ ചേംബറിൽ കത്തി ഉണ്ടാവുന്ന ഗ്യാസ് ഒരു രീതിയിൽ വെളിയിൽ പോലെ നോക്കുക എന്നുള്ളതാണ് ഹെഡ് ഗ്യാസ്കറ്റിന്റെ പണി. ഇനി ഹെഡ് ഗ്യാസ്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമ്മുടെ ഓയിൽ ആൻഡ് കൂളന്റിനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള പാസേജ് ഹോളുകൾ കൊടുത്തേക്കാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഹെഡ് ഗ്യാസ്കറ്റിന്റെ പ്രത്യേകതകൾ ഒന്ന് അതിന്റെ പൊസിഷൻ പറയാം, 2 അത് കമ്പഷൻ ചേംബറിനെയാണ് സീൽ ചെയ്യുന്നത്, അത് ഗ്യാസ് വെളിയിലോട്ട് നഷ്ടപ്പെട്ടു പോകാതെ നോക്കുക എന്നുള്ളതാണ് അതിന്റെ പണി. ഇനി അതിന്റെ അകത്ത് എന്താണ്? ഓയിൽ ആൻഡ് കൂളന്റിനെ സർക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ പാസേജുകൾ, ഹോൾസ് അതിന്റെ അകത്ത് ഉണ്ടാവും. ഇനി ഒരു പോയിന്റ് നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഹെഡ് ഗ്യാസ്കറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ മൾട്ടി ലെയർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി അതുപോലെ സിലിണ്ടർ ഹെഡ് കവർ ഗ്യാസ്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ സിലിണ്ടർ ഹെഡിന്റെയും അതുപോലെ തന്നെ സിലിണ്ടർ ഹെഡ് കവറിന്റെയും ഇടയിലായിട്ടാണ് വരുന്നത്. ഇനി സിലിണ്ടർ ഹെഡിന്റെയും സിലിണ്ടർ ഹെഡ് കവറിന്റെയും ഇടയിലാണ് ആ ഗ്യാസ്കറ്റ് വരുന്നത്. അപ്പൊ അതിന്റെ പണി ഇവിടെ ഗ്യാസിനെ പ്രിവെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന ഗ്യാസ്കറ്റിന്. ഇതിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൂബ്രിക്കേഷൻ ഓയിൽ വരും. അതായത് ഇവിടെ ഒരുപാട് മൂവിംഗ് പാർട്സ് ഉണ്ടാവും. ആ മൂവിംഗ് പാർട്സിന്റെ അവിടെയൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലൂബ്രിക്കേഷൻ ഓയിൽ വരും. ആ ലൂബ്രിക്കേഷൻ ഓയിൽ പുറത്തോട്ട് സ്പിൽ ചെയ്ത് ലീക്കായി പോകാതിരിക്കുക. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വാൽവിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ആ ഒരു മെക്കാനിസത്തിലോട്ടൊന്നും വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സിലിണ്ടർ ഹെഡ് കവർ ഗ്യാസ്കറ്റിന്റെ പണി. അതായത് ഓയിൽ ലീക്കേജ് ഇല്ലാതെ നോക്കുക, ലൂബ്രിക്കേഷൻ ഓയിൽ ലീക്ക് ആവാതെ നോക്കുക, അതുപോലെ തന്നെ കീപ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട് ഔട്ട്. ഡസ്റ്റും ഡേർട്ടൊക്കെ നമ്മുടെ വാൽവിന്റെ ആ ഭാഗത്തോട്ടൊക്കെ കയറുന്നതിൽ നിന്ന് തടത്തിരുത്തുക. ഇനി അടുത്തത് മാനിഫോൾഡ് ഗ്യാസ്കറ്റ് ആണ്. മാനിഫോൾഡ് ഗ്യാസ്കറ്റ് നമ്മൾ കണ്ടായിരുന്നു. മാനിഫോൾഡിന്റെയും സിലിണ്ടർ ഹെഡിന്റെയും ഇടയിലാണ് മാനിഫോൾഡ് ഗ്യാസ്കറ്റുകൾ വരുന്നത്. ഇനി അവരുടെ പണി എന്തായിരിക്കും? ഇൻടേക്ക് മാനിഫോൾഡിന്റെ അവിടെ ഇപ്പൊ എയർ അല്ലെങ്കിൽ എയർ ഫിൽ മിക്സർ അതോട്ട് വരുന്നതായിരിക്കാം. ആ സാധനം ലീക്ക് ആവാതെ നോക്കുക, പ്രിവെന്റ് എയർ. അതുപോലെ തന്നെ പുറത്തോട്ട് പോകുന്ന എക്സോസ്റ്റ് ഗ്യാസ്, ഇവരുടെയൊക്കെ ലീക്കേജ് തടയാന്നുള്ളതാണ് മാനിഫോൾഡ് ഗ്യാസ്കറ്റിന്റെ പണി. ഇനി 4-മത്തത് ഓയിൽ പാൻ ഗ്യാസ്കറ്റ് ആണ്. അത് നമുക്കറിയാം എഞ്ചിൻ ബ്ലോക്കിന്റെയും ഓയിൽ പാന്റെ ഇടയിലാണ് വരുന്നത്. അതിന്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു പണിയുള്ളൂ, ഓയിലിന്റെ ലീക്കേജ് തടയാന്നുള്ളത്. മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് മെറ്റാലിക് ഗ്യാസ്കറ്റും ഉണ്ട്, കോർക്ക് ഗ്യാസ്കറ്റും ഉണ്ട്. ഇപ്പൊ മെറ്റാലിക് ഗ്യാസ്കറ്റ് ആണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് ഒന്നല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ വെച്ചിട്ട്, രണ്ടുപേരും പേരടിച്ചത്. മെറ്റാലിക് ഗ്യാസ്കറ്റ് ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കോർ ഗ്യാസ്കറ്റ് കോർക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി മെറ്റാലിക് ഗ്യാസ്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മെറ്റൽ ആയതുകൊണ്ട് തന്നെ അതിന് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും തടുത്തെടുത്താനുള്ള കഴിവുണ്ടാവും. പക്ഷെ കോർക്കിനെ സംബന്ധിച്ച് അതിന് ആ കഴിവില്ല. പകരം അത് യൂസ് ചെയ്യുന്നത് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിലാണ്. പക്ഷെ കോർക്കിന് വേറെ ഗുണമുണ്ട്. കോർക്ക് മെറ്റലിനെ പോലെയല്ല, അതിന് കംപ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഞെരിങ്ങും നെവിലൊക്കെ ചെയ്യും. അപ്പൊ അതിന് നല്ല കംപ്രസിബിലിറ്റി ഉണ്ട്. അപ്പൊ നല്ല കംപ്രസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വൈബ്രേഷൻസ്, എഞ്ചിൻ ബ്ലോക്കിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ അബ്സോർവ് ചെയ്യാനായിട്ട് നമ്മുടെ കോർക്ക് ഗ്യാസ്കറ്റിന് സാധിക്കും. ഷോർട്ട് നോട്ടിലേക്ക് വരുമ്പോൾ എല്ലാ പോയിന്റുകളും ഞാൻ അറിയില്ല. ഹെഡ് ഗ്യാസ്കറ്റ് ഇടുവാണെങ്കിൽ അതിന്റെ പൊസിഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എന്തിനാണ് എന്ത് ലീക്കേജ് പ്രിവെന്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുന്ന പോലെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നത് ഹെഡ് ഗ്യാസ്കറ്റ് ഉണ്ടാക്കുന്നത് മൾട്ടി ലെയർ മെറ്റീരിയൽ വെച്ചിട്ടാണ്. സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ് വരുമ്പോൾ അത് ഓയിൽ ലീക്കേജ് ആണ് പ്രിവെന്റ് ചെയ്യുന്നത്. അത് ഡസ്റ്റും ഡയറക്റ്റ് അകത്തോട്ട് വരുന്നതെന്ന് അറിയും. ഇനി മാനിഫോൾഡ് ഗ്യാസ്കറ്റ് എവിടെ ഇരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ പാൻ ഗ്യാസ്കറ്റ് ഒന്നും എഴുതിയില്ല. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതായതുകൊണ്ടാണ് ഞാൻ നോട്ടിന് വലിപ്പം കൂടി പോയിരിക്കാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്തിട്ടില്ല.
ഈ മെറ്റാലിക് ഗാസ്കറ്റ് ആയിട്ട് വരുമ്പോൾ അത് അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റാലിക് ഗാസ്കറ്റ് ഉണ്ടാക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. അത് ഹൈ ടെമ്പറേച്ചറിനെയും ഹൈ പ്രഷറും ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പക്ഷേ കോർ ഗ്യാസ്കറ്റ് വരുമ്പോൾ അത് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അതിന് നല്ല കംപ്രസിബിലിറ്റി ഉണ്ടാവും. നല്ല കംപ്രസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ വൈബ്രേഷൻസിന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. മൊഡ്യൂൾ 3യുടെ പാർട്ട് 2 നമ്മൾ നോക്കാൻ പോകുന്നത് സിലിണ്ടർ ലൈനേഴ്സ് ആണ്. അപ്പൊ അഞ്ചാമത്തെ പാർട്ടായിട്ട് നമ്മൾ പഠിച്ചത് ഗ്യാസ്കറ്റുകളായിരുന്നു. ഇനി ആറാമതായിട്ട് വരുന്നത് സിലിണ്ടർ ലൈനറാണ്. സിലിണ്ടർ ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ കമ്പോണന്റ് ആണ്. അത് എവിടെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ വരുന്നത് എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്താണ്. എഞ്ചിൻ സിലിണ്ടറിന്റെ അകം വട്ടത്തിലാണ് ഇരിക്കുന്നത്. ആ വട്ടത്തിലോട്ട് നമ്മൾ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ലൈനർ ഇറക്കിയതാണ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സിലിണ്ടറിക്കൽ കമ്പോണന്റ് ഇൻസൈഡ് സിലിണ്ടർ ബോർ. സിലിണ്ടർ ബോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഞ്ചിൻ സിലിണ്ടറിന്റെ അകാണ്, ഉൾഭാഗമാണ്, ഇൻസൈഡ് ഡയമീറ്റർ ആണ്. അപ്പൊ അവിടെ ഇറക്കി വെച്ചിരിക്കുന്ന സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് സിലിണ്ടർ ലൈനർ. ഇനി എന്തിനാണ് അങ്ങനെ ഒരു ലൈനർ എടുക്കാനുള്ള കാരണം? ഈ ലൈനർ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഈ പറയുന്ന പിസ്റ്റൺ ഇതിന്റെ ഇടയിൽ കിടന്നാണ് മേലോട്ട് താഴത്തോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരസി നമ്മുടെ സിലിണ്ടറിന്റെ വാളിന് തേയ്മാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിയർ ആൻഡ് ടിയർ എന്നാണ് തേയ്മാനത്തിന് പറയുന്നത്. ആ തേയ്മാനം പോലെ സിലിണ്ടറിന്റെ വാൾസ് നശിച്ചു പോകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിലിണ്ടർ ലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിലിണ്ടർ ലൈനേഴ്സ് ആർ യൂസ്ഡ് ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ. അപ്പൊ നമുക്ക് പറയാം പിസ്റ്റൺ സിലിണ്ടറിന്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വിയർ ആൻഡ് ടിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വിയർ ആൻഡ് ടിയറിൽ നിന്ന് സിലിണ്ടർ വാൾസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിലിണ്ടർ ലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡ്രൈ ലൈനറും ഉണ്ട്, അതുപോലെ തന്നെ വെറ്റ് ലൈനറും ഉണ്ട്. രണ്ടിന്റെയും ഫിഗർ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്താ പ്രത്യേകത എന്നുള്ളത്. ഡ്രൈ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അംശമില്ലാത്തത്, അല്ലെങ്കിൽ വെറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ നനവുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഒന്ന് നനവില്ലാത്തത് ഒന്ന് നനവുള്ളത് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ അകത്ത് ഈ കാണുന്ന ഭാഗമാണ് വാട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ കൂളന്റ് സിലിണ്ടറിന് ചുറ്റും കറങ്ങിയിട്ട് തിരിച്ചു പോകുന്നത്, ചൂട് വലിച്ചെടുക്കുന്നതിന് വേണ്ടി വന്ന് സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വാട്ടർ ജാക്കറ്റ്സിലൂടെയാണ്. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഉള്ളത് കൂളന്റ് ആണ്, അതായത് വാട്ടറാണ്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ ലൈനറും, ഈ കാണുന്നതാണ് ലൈനർ തമ്മിൽ യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും ഇല്ല. അതായത് ഇവിടെ ലൈനർ കോൺടാക്ട് വരുന്നത് നമ്മുടെ സിലിണ്ടറിന്റെ ചുമര് തന്നെയായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ പറയാം മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ആണ്. ലൈനറും നമ്മുടെ വാട്ടർ ജാക്കറ്റും തമ്മിൽ യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡ്രൈ ലൈനർ എന്ന് വിളിക്കാനുള്ള കാരണം. അതേസമയം നമ്മൾ അടുത്ത ആളെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വെറ്റ് ലൈനർ ഉണ്ട്. വെറ്റ് ലൈനർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ലൈനർ. ഈ കാണുന്ന ലൈനറും നമ്മുടെ വാട്ടർ ജാക്കറ്റും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റാണ്. അതായത് ഇവിടെ ലൈനറിന് എന്തുണ്ട്? കോൺടാക്ട് വിത്ത് കൂളന്റ് ഉണ്ട്, കൂളന്റ് ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട്. അതുകൊണ്ട് ആ നനവുള്ളതുകൊണ്ട് നമ്മൾ അതിനെ വെറ്റ് ലൈനർ എന്ന് വിളിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. ഇനി ബാക്കി എന്തൊക്കെ പ്രത്യേകതകൾ അവർക്കുണ്ട്, ബാക്കി എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് അവിടെ ആരെയും പറ്റും നോക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം, ഇതിന്റെ ഡ്രൈ ലൈനറിന്റെ അകത്ത് ലൈനറും അതുപോലെ തന്നെ സിലിണ്ടറിന്റെ വാളും തമ്മിൽ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റ് സെയിം ആണ് തന്നെയാണ് പറഞ്ഞത്, വേറെ രീതിയിൽ പറഞ്ഞോളൂ. ദർ ഈസ് നോ കോൺടാക്ട് വിത്ത് കൂളന്റ്. ലൈനറും കൂളന്റ് തമ്മിൽ യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും ഇല്ല. മൂന്നാമത്തെ പോയിന്റ് ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈനറാണല്ലോ സിലിണ്ടറിന്റെ അകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വരുന്നത്. ഈ സിലിണ്ടറിന്റെ ബോറിനേക്കാൾ അകത്തുള്ള ഡയമീറ്ററിനേക്കാൾ വലുതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ലൈനർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ലൈനർ ഈസി ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ലൈനർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ തള്ളി അകത്തോട്ട് കയറ്റേണ്ടി വരും. അപ്പൊ അതായത് ഹൈഡ്രോളിക് പ്രസ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റി ടൈറ്റ് ആയിട്ട് വരും, നമ്മൾ തൂമ്പൊക്കെ പൂള് വെക്കുന്ന പോലെ. അപ്പൊ അങ്ങനെയുള്ള ഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർഫറൻസ് ഫിറ്റ്. ഹോള് ചെറുതും ആ ഹോളിലോട്ട് കയറ്റേണ്ട വസ്തു വലുതാകുമ്പോഴാണ് നമ്മൾ അതിന് ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് വിളിക്കുക. ഇനി വെറ്റ് ലൈനറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം കോൺടാക്ട് വിത്ത് കൂളന്റ് ആയിട്ട് കോൺടാക്ട് ഉണ്ട്. അതുപോലെ there is a flange at ടോപ്പ്. ഈ കാണുന്ന ചെറിയൊരു ഫ്ലാഞ്ച് ഉണ്ടോ, അതിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ടോപ്പിൽ ചെറിയൊരു ഫ്ലാഞ്ച് ഉണ്ട്. ആ ഫ്ലാഞ്ച് എന്തിനാണ്? അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈനർ നമ്മുടെ സിലിണ്ടറിന്റെ അകത്ത് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാഞ്ച് കറക്റ്റ് ആയിട്ട് വന്ന് ചാടുമ്പോഴായിരിക്കും കറക്റ്റ് ഫിറ്റ് വരുന്നത്. ഫ്ലാഞ്ച് കറക്റ്റ് വന്ന് ചാടുമ്പോൾ അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ ഫ്ലാഞ്ച് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് വരുമ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് അല്ല, ഇവിടെ കോൺടാക്ട് വിത്ത് കൂളന്റ് ആയിട്ട് കോൺടാക്ട് വരുന്ന സമയത്ത് ഇവിടെ ഉറപ്പായിട്ട് ലീക്കേജിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് കൂളന്റ് ഇതിക്കൂടെ താഴത്തോട്ട് ലീക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ലീക്കേജ് തടയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 3 ഗ്രൂവുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് 2 ഗ്രൂവ് റബ്ബർ റിംഗ് യൂസ് ചെയ്തേക്കും. ഇവിടെ കറുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റബ്ബർ റിംഗുകളാണ്. പക്ഷെ നടുക്കുള്ള ഗ്രൂവ് എംറ്റി ആണ്. അതായത് 3 ഗ്രൂവ് ഉണ്ട്, അതിന്റെ അകത്ത് 2 റിംഗ്, ടോപ്പിലും ബോട്ടത്തിലുള്ള റിംഗിന്റെ അകത്ത് റബ്ബറാണ് ഇട്ടേക്കണേ, റബ്ബർ റിംഗ്സ് ആണ് ഇട്ടേക്കണേ. ഇനി നടുക്കുള്ള ഗ്രൂവിന്റെ അകത്ത് ഒന്നുമില്ല, അത് എംറ്റി ആണ്. അപ്പൊ അത് ലീക്കേജ് നമ്മുടെ കൂളന്റ് താഴത്തോട്ട് ഇങ്ങനെ ലീക്കായി പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗ്രൂവുകൾ ഇവിടെ കൊടുത്തേക്കണേ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സിലിണ്ടർ ലൈനർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ കമ്പോണന്റ് ആണ്. അത് എവിടെയാണ് ഇരിക്കുന്നത്? സിലിണ്ടർ ബോറിലാണ് ഇരിക്കുന്നത്. അത് യൂസ് ചെയ്യുന്നത് തേയ്മാനം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ അത് 2 ടൈപ്പ് ഉണ്ട്, ഡ്രൈ ലൈനറും വെറ്റ് ലൈനറും. ഇനി ഡ്രൈ ലൈനറിന്റെ അകത്ത് മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ആണ്. അത് കൂളന്റ് ആയിട്ട് യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും ഇല്ല. അതേപോലെ അവിടെ വരുന്ന ഫിറ്റ് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. വെറ്റ് ലൈനറിലോട്ട് വരുമ്പോൾ അവിടെ കൂളന്റ് ആയിട്ട് കോൺടാക്ട് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ടോപ്പിൽ ചെറിയൊരു ഫ്ലാഞ്ച് ഉണ്ട്. അത് 2 പേർക്കും കേട്ടോ, അത് 2 പേരുടെയും കേസിൽ നമുക്ക് പറയാവുന്ന പോയിന്റ്. ഫ്ലാഞ്ച് അറ്റ് ടോപ്പ്, അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈനർ സിലിണ്ടറിന്റെ അകത്ത് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഞ്ച് കൊടുത്തിരിക്കുന്നത്.
ഇനി 3 ഗ്രൂവ്സ് ഉണ്ട്. ആ ഗ്രൂവ്സ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂളന്റ് ആയിട്ട് കോൺടാക്ട് വരുന്ന സമയത്ത് കൂളന്റ് ലീക്കേജിനുള്ള സാധ്യതയുണ്ട്. ആ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗ്രൂവുകൾ കൊടുത്തേക്കണേ. ഗ്രൂവുകൾ 3 ഗ്രൂവ് ഉണ്ട്. അതിന്റെ അകത്ത് 2 ഗ്രൂവുകളുടെ അകത്ത് റബ്ബർ റിംഗ് ഇട്ടുണ്ട്, പക്ഷെ നടുക്കത്തെ ഗ്രൂവ് എംപ്റ്റി ആണ്. അടുത്ത നമുക്ക് 7ാമത്തെ പാർട്ടായിട്ട് പിസ്റ്റൺ നോക്കാം. പിസ്റ്റൺ നമുക്കറിയാം നമ്മുടെ എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യാന്ന് പറയാം. അത് ആ ടൈം തന്നെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ യൂസ് ചെയ്യരുത്. അപ്പൊ അതൊരു സിലിണ്ടറിക്കൽ കമ്പോണന്റ് ആണ്. അതെന്താ ചെയ്യുക? റെസിപ്രോക്കേറ്റ്സ്. എവിടെ റെസിപ്രോക്കേറ്റ് ചെയ്യുക? റെസിപ്രോക്കേറ്റ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ. എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഒരു വസ്തുവാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇനി പിസ്റ്റന്റെ പണികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പണി എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് എഞ്ചിന്റെ അകത്ത് പൊട്ടിത്തെറി ഉണ്ടായി അവിടെ പവർ ജനറേറ്റ് ചെയ്യും. ആ പവറിനെ താഴത്തോട്ട് ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പിസ്റ്റന്റെ പണി. ട്രാൻസ്മിറ്റ് പവർ എന്നുള്ളതാണ് ഫസ്റ്റ് പണി. രണ്ടാമത്തെ ചെറിയൊരു പണി കൂടെ ഉണ്ട്, ട്രാൻസ്ഫർ ദ ഹീറ്റ്. അതായത് ഈ പറഞ്ഞ എഞ്ചിൻ സിലിണ്ടർ അകത്ത് ധാരാളം ഹീറ്റ് ജനറേറ്റ് ചെയ്യും തീ വെക്കുന്ന സമയത്ത്. ആ ഹീറ്റിനെ നമ്മൾ വെളിയിലോട്ട് തള്ളിക്കളയണം, അല്ലെങ്കിൽ അത് എഞ്ചിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. അപ്പൊ ആ ഹീറ്റിനെ പുറത്തോട്ട് കടന്നു പോകാനുള്ള ഒരു വഴി കൊടുക്കുക എന്നുള്ളൊരു പണിയും കൂടെ പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റന്റെ അകത്തോടെ കയറിയിട്ടാണ് കുറെ ഹീറ്റ് പുറത്തോട്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനി നമുക്ക് പിന്നെ പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് പിസ്റ്റൻസ് ആണ്. ആ പിസ്റ്റൻസ് ഓരോന്നിന്റെ പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതുപോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിസ്റ്റന്റെ ടൈപ്സ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അതിന്റെ തല എങ്ങനെയാണ് ഇരിക്കുന്നതിനുള്ള ബേസിസിലാണ്. ടൈപ്പ് ഓഫ് ഹെഡ് യൂസർ, ഫ്ലാറ്റ് ഹെഡ് ഉണ്ട്, ഡോംഡ് ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ കോൺകേവ് പിസ്റ്റൺ ഉണ്ട്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ ഉപയോഗത്തിന് ബേസ് ചെയ്തിട്ട് ബൈമെറ്റൽ പിസ്റ്റൺ, ക്യാമ്പ് ഗ്രൗണ്ട് പിസ്റ്റൺ, ടേപ്പർ പിസ്റ്റൺ, അതുപോലെ തന്നെ ഓഫ്സെറ്റ് പിസ്റ്റൺ, ഇവരെല്ലാവരെയും പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നും ഇപ്പോൾ ഉള്ള സിലിണ്ടറിന്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന വസ്തുവാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. പിസ്റ്റന്റെ 2 പണികളാണുള്ളത്. ഒന്ന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, 2 ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക. ഇനി പിസ്റ്റൺ 2 കാറ്റഗറിയിലായിട്ട് മൊത്തം 7 പേരുണ്ട്. 7 പേരുടെ പേരുകൾ പഠിച്ചു വയ്ക്കുക. ഇനി ആ 7 പേരും ഇൻഡിവിജ്വൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റൺ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പടമുള്ള സാധനങ്ങൾ പടം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. പടം തന്നിരിക്കുന്ന സാധനങ്ങൾ, ഞാൻ നോട്ടിൽ എന്തിന്റെയൊക്കെ സാധനങ്ങളുടെ പടം തന്നിട്ടുണ്ടോ ആ പടം തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഫിഗർ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം. ബ്രൈലൈനർ ബെഡ്ലൈനർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ വരച്ച് തന്നെ വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇനി ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റണിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം പിസ്റ്റന്റെ ഹെഡ് എന്ന് പറയുന്നത് പക്ക ഫ്ലാറ്റാ. അവിടെ വേറെ ഒരു ഷേപ്പ് വ്യത്യാസമില്ല, ഫ്ലാറ്റ് ഹെഡ് ആണുള്ളത്. ഫസ്റ്റ് പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ അത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എളുപ്പമാണ്, അത് നിർമ്മിക്കാനായിട്ട് എളുപ്പമാണ്. മൂന്നാമത്തെ പോയിന്റ് ഈസി ടു ഡീകാർബണൈസ് എന്നാണ് പറയുന്നത്. ഡീകാർബണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ഉദ്ദേശിക്കുന്നത് കാർബൺ ഡിപ്പോസിറ്റ്. അതായത് നമ്മുടെ എഞ്ചിന്റെ അകത്ത് ഫ്യൂവൽ നന്നായിട്ട് കത്താതെ വരുന്ന സമയത്ത് കരി പോലത്തെ ഒരു സാധനം നമ്മുടെ എഞ്ചിൻ ബ്ലോക്കിന്റെ മേലെ, നമ്മുടെ സിലിണ്ടറിന്റെ വാൾസിലും പിസ്റ്റന്റെ മേലേക്കായിട്ട് വരാറുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ കാർബൺ ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ കാർബൺ ഡെപ്പോസിറ്റിനെ നീക്കിക്കളയുന്ന, റിമൂവ് ചെയ്യുന്ന പരിപാടി നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകാർബണൈസ്. അപ്പൊ ഇവിടെ ഫ്ലാറ്റ് ഹെഡ് ആയതുകൊണ്ട് കരിയും കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഉണ്ടാവുന്ന കരിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പറയാം ഈസി ടു ഡീകാർബണൈസ്. അതുപോലെ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ് മോഡറേറ്റ് കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നന്നായിട്ട് കംപ്രഷൻ സ്ട്രോക്കിൽ ഇതിന് ഈ പറയുന്ന ചാർജിനെ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ നിങ്ങൾക്ക് അടുത്ത ടൈപ്പ് പിസ്റ്റണുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതിന്റെ ടോപ്പ് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് കംപ്രഷനാണ്, മോഡറേറ്റ് കംപ്രഷൻ അഥവാ ആവറേജ് കംപ്രഷൻ. രണ്ടാമത്തെ ആൾ ഡോംഡ് ഹെഡ് പിസ്റ്റൺ ആണ്. ഇയാളുടെ തലഭാഗം എന്ന് പറയുന്നത് ഫ്ലാറ്റ് അല്ല, പകരം ഡോം ഷേപ്പിലാണ്, ചെറിയൊരു മുള പോലെ മേലുണ്ടാവും. ഇത് നമ്മൾ കണ്ടേക്കുന്നത് 2 സ്ട്രോക്ക് എഞ്ചിന്റെ പ്രവർത്തനത്തിലാണ്. അവിടെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2 സ്ട്രോക്ക് എഞ്ചിനുകളുടെ കഴിഞ്ഞ രണ്ടാമത്തെ മോഡ്യൂളിന്റെ വീഡിയോ ഇട്ടതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പിസ്റ്റന്റെ ഹെഡ് ഇരിക്കുന്നത് അവിടെ ചെറിയൊരു ഡോം ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം കേട്ടോ. ട്രാൻസ്ഫർ പോർട്ട് വഴി എയർ ഫ്യൂൽ മിക്സർ മേലോട്ട് കയറി വരുമ്പോൾ അത് നമ്മുടെ എക്സോസ്റ്റ് പോർട്ട് വഴി ഡയറക്റ്റ് പുറത്തോട്ട് ചാടിപ്പോകരുത്. ആ ചാടി പോയിരിക്കാൻ വേണ്ടി ഈ പറയുന്ന എയർ ഫ്യൂൽ മിക്സറിനെ നേരെ മേലോട്ട് വിടുക എന്നുള്ള പണിയായിരുന്നു, റിഫ്ലക്ട് ചെയ്ത് നേരെ മേലോട്ട് വിടുക എന്നുള്ള പണിയായിരുന്നു നമ്മുടെ ഡോം ഷേപ്പിനുണ്ടായിരുന്നത്. അത് അറിയില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക, രണ്ടാമത്തെ മൊഡ്യൂളിന്റെ 2 സ്ട്രോക്ക് എഞ്ചിൻസിന്റെ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ ഇവിടെ ഡോം ഷേപ്പ് ആണുള്ളത്. ഇനി ഡോം ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അത് മാനുഫാക്ചർ ചെയ്യാൻ ഫ്ലാറ്റ് ഹെഡിന്റെ അത്ര എളുപ്പമല്ല, അപ്പൊ ഡിഫിക്കൽട്ട് മാനുഫാക്ചർ ആണ്. ഇനി അത് എവിടെ യൂസ് ചെയ്യുന്നത്? 2S ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന 2 സ്ട്രോക്കിനെയാണ്. 2 സ്ട്രോക്ക് എഞ്ചിൻസിലാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എയർ ഫ്യൂൽ മിക്സറുകൾ ഡിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ മേലെ ഇങ്ങനെ മുഴ പോലെ ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ നന്നായിട്ട് എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യും. കാരണം ഇവിടെ ഇങ്ങനെ സിലിണ്ടർ ഉണ്ടെങ്കിൽ ആയിരിക്കാം, ഈ സിലിണ്ടറിന്റെ അകത്ത് ഇതിന്റെ മണ്ടയിൽ ഒരു മുഴയും കൂടെ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഉള്ളിലുള്ള എയർ ഫ്യൂൽ മിക്സറിനെ നല്ല രീതിയിൽ ഞെരിക്കാനായിട്ട് അവർ സാധിക്കും. അപ്പൊ കംപ്രഷൻ റേഷ്യോ ഫ്ലാറ്റ് ഹെഡിനേക്കാൾ കൂടുതലാണ്. ഫ്ലാറ്റ് ഹെഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു മോഡറേറ്റ് കംപ്രഷൻ റേഷ്യോ, പക്ഷേ ഡോംഡ് ഹെഡിന്റെ അകത്ത് കംപ്രഷൻ റേഷ്യോ ഹൈ ആണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കോൺകേവ് പിസ്റ്റൺ ആണ്. അപ്പൊ കോൺകേവ് പിസ്റ്റൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാവും അവിടെ കോൺകേവ് ഷേപ്പിലുള്ള ഒരു കുഴി അവിടെ ഉണ്ട്. അത് there is a concave cavity on top of the cylinder head, piston head. പിസ്റ്റൺ ഹെഡിന്റെ മുകളിലായിട്ട് ഒരു കോൺകേവ് ക്യാവിറ്റി ഉണ്ട്. ഇനി കോൺകേവ് ക്യാവിറ്റി വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിലിണ്ടർ ആയിരിക്കാം. അപ്പൊ പിസ്റ്റൺ TDCയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ
സിലിണ്ടറിനെയും പിസ്റ്റണിന്റെയും ഇടയിൽ ബാക്കി വരുന്ന സ്പേസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം. ഇവിടെ ഇങ്ങനെ ഒരു കുഴിയും കൂടെ ഉള്ളത് കൊണ്ട് ക്ലിയറൻസ് വോളിയം കുറച്ചും കൂടെ അധികം ഉണ്ടാവും, എക്സ്ട്രാ ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാം, ഇറ്റ് ഇൻക്രീസസ് ദ ക്ലിയറൻസ് വോളിയം. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഇംപ്രൂവ്സ് എയർ ഫ്യൂൽ മിക്സിംഗ്. അതായത് എയർ ഫ്യൂൽ മിക്സറിന്റെ അകത്തോട്ട് കയറി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കുഴി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു സ്വേൾ എഫക്ട് ഉണ്ടാവും. അതായത് ഇങ്ങനെ ഒരു ചുഴി പോലൊരു സാധനം ഉണ്ടാവും. അപ്പൊ ചുഴി പോലെയുള്ള സാധനം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എയർ ഫ്യൂൽ മിക്സർ പക്കയായിട്ട് മിക്സ് ആവും. അപ്പൊ ഇറ്റ് ഇംപ്രൂവ്സ് ദ എയർ ഫ്യൂൽ മിക്സർ. അതെങ്ങനെയാണ് മിക്സിംഗ് ഏറ്റവും നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ക്രിയേറ്റിംഗ് സോൾ എന്ന് പറഞ്ഞാൽ ചുഴി പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് എയർ ഫ്യൂൽ മിക്സിംഗ് അത് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഈ പറയുന്ന കോൺകേവ് ആയിട്ടുള്ളത് കൊണ്ട് കമ്പഷന്റെ എഫിഷ്യൻസി, കത്തുന്നതിന്റെ എഫിഷ്യൻസിയും ഏറ്റവും മാക്സിമം ആയിരിക്കും, ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ കാറ്റഗറിയിലുള്ള പിസ്റ്റണുകളൊക്കെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഹെഡ് യൂസർ. ഇവരുടെ തല എങ്ങനെയാണ് ഇരിക്കുന്നതിന്റെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പുകൾ നമ്മൾ പരിചയപ്പെട്ടു: ഫ്ലാറ്റ് ഹെഡ്, ഡോംഡ് ഹെഡ്, കോൺകേവ്. 3 പേരും പ്രത്യേകത ഒന്നുകൂടെ ഒന്ന് റീഫ്ലക്ട് ചെയ്യാം. ഫ്ലാറ്റ് ഹെഡിന്റെ തല ഫ്ലാറ്റ് ആണ്, അത് മാനുഫാക്ചർ ചെയ്യാൻ എളുപ്പമാണ്, അവിടെ ഡീകാർബണൈസ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. ഫ്യൂവല് നന്നായിട്ട് കത്താത്ത മൂലം ഉണ്ടാകുന്ന കാർബൺ ഡിപ്പോസിറ്റിനെ റിമൂവ് ചെയ്ത് കളയാൻ എളുപ്പമാണ്. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന കംപ്രഷൻ എന്ന് പറയുന്നത് മോഡറേറ്റ് കംപ്രഷൻ ആണ്, ആവറേജ് കംപ്രഷൻ ആണ്. ഇനി ഡോംഡ് ഹെഡിലോട്ട് വരുമ്പോൾ അതിന്റെ തലഭാഗത്ത് ഒരു മുഴ ഉണ്ടാവും, ഡോം ഷേപ്പ് ആയിട്ടായിരിക്കും ഇരിക്കുക. അത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി അത് 2 സ്ട്രോക്കിലാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ പണി എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂൽ മിക്സറിനെ ഡിഫ്ലക്ട് ചെയ്യുക, മേലോട്ട് ഡിഫ്ലക്ട് ചെയ്ത് മേലോട്ട് വിടുക എന്നുള്ളതാണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൈ കംപ്രഷൻ റേഷ്യോ ആണ്. കോൺകേവ് പിസ്റ്റണിലോട്ട് വരുമ്പോൾ ഇതിന്റെ തലഭാഗത്ത് കോൺകേവ് ഷേപ്പുള്ള ഒരു കുഴി ഉണ്ടാവും. ആ കുഴി ക്ലിയറൻസ് സ്പേസ് ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ചുഴി ഉണ്ടാവുന്നത് മൂലം, സോൾ ഉണ്ടാവുന്നത് മൂലം എയർ ഫ്യൂൽ മിക്സിംഗ് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ കത്തുന്നതിന്റെ എഫിഷ്യൻസിയും അവിടെ കൂടുതലായിരിക്കും. അടുത്ത നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് പിസ്റ്റൺസ്, ബൈമെറ്റൽ, കാം ഗ്രൗണ്ട്, ടേപ്പർ പിസ്റ്റൺ, ഓഫ്സെറ്റ് പിസ്റ്റൺ. അപ്പൊ അതിൽ ആദ്യത്തെ ആള് ബൈമെറ്റൽ പിസ്റ്റൺ. ബൈമെറ്റലിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെറ്റൽ എന്നാണ്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും പിസ്റ്റൺ ഉണ്ടാക്കിയിരിക്കുന്നത് 2 മെറ്റൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ പിസ്റ്റന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിന്റെ അകത്ത് പിസ്റ്റന്റെ 2 ഭാഗങ്ങൾ നമുക്ക് പറയാം. ഒന്ന് പിസ്റ്റന്റെ ക്രൗൺ, പിസ്റ്റന്റെ തലഭാഗം. അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് സ്കേർട്ട് എന്നാണ്. പിസ്റ്റന്റെ തലേനെ നമുക്ക് ഹെഡ് എന്ന് വിളിക്കാം, അതുപോലെ ക്രൗൺ എന്ന് വിളിക്കാം. ഇവിടെ താഴ്ഭാഗത്ത് നമുക്ക് സ്കേർട്ട് എന്ന് വിളിക്കാം. ഇവിടെ ഈ 2 ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് 2 വ്യത്യസ്തമായിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ബൈമെറ്റൽ പിസ്റ്റൺ എന്ന് വിളിക്കാനുള്ള കാരണം. വേറെ 2 മെറ്റൽസ് യൂസ്ഡ്, ഒന്ന് സ്റ്റീലും രണ്ടാമത്തെ അലൂമിനിയം അലോയും. പോയിന്റിൽ പഠിച്ചു പോകുമ്പോൾ ഇത് ഒന്നാമത്തെയാണ്, ഇത് 2, ഇത് 3, ഇത് 4, ഈ രീതിയിലായിട്ട് ഇതിന്റെ ഓർഡർ പോയേക്കണം. ഇനി തൊട്ട് അങ്ങോട്ട് അങ്ങനെയാണ്. ഇപ്പൊ 2 മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് സ്റ്റീലും രണ്ടാമത്തേത് അലൂമിനിയം അലോയും. ഇനി അലൂമിനിയം അലോയ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പിസ്റ്റൺ ഹെഡും പിൻബോസും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അലൂമിനിയം അലോയ് യൂസ് ചെയ്യുന്നത്. അതായത് തല എന്ന് പറയുന്ന ഭാഗം, ഈ പിസ്റ്റൺ ഹെഡ്, ഇതാണ് പിസ്റ്റൺ ഹെഡ് എന്ന് പറഞ്ഞ ഭാഗം, ഇതിന്റെ മേലോട്ടുള്ള ഭാഗം, ഈ വരയ്ക്ക് മേലോട്ടുള്ള ഭാഗം. പിസ്റ്റൺ ഹെഡ് കൂടാതെ അവിടെ ഒരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ കണക്ടിംഗ് റോഡായിട്ട് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു പിന്നിടണം, ഇതിന്റെ അകത്തോട്ട് ഒരു പിന്നിടണം. ആ പിന്നിടാനായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പിൻ ബോസ്. ഈ കാണുന്ന ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പിൻ ബോസ്. അപ്പൊ പിസ്റ്റന്റെ ഹെഡും അതുകൂടാതെ ഈ കാണുന്ന പിൻ ബോസും, അതായത് ചുരുക്കി പറഞ്ഞാൽ അത് ഈ ഒരു സെക്ഷന്റെ മേലോട്ടുള്ള ഭാഗം, ഈ ഭാഗം മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് അലൂമിനിയം വെച്ചിട്ടാണ്, അലൂമിനിയം അലോയ് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ താഴത്തോടുള്ള ഭാഗം ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുകയാണ്. അതായത് പിസ്റ്റന്റെ സ്കേർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ വെച്ചിട്ടാണ്. അപ്പൊ മേൽഭാഗം, ഇതിന് മേലോട്ടുള്ള ഭാഗം അലൂമിനിയം അലോയും താഴത്തോടുള്ള ഭാഗം സ്റ്റീൽ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി താഴ്ഭാഗം സ്റ്റീൽ വെച്ചുണ്ടാക്കാനുള്ള കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റീൽ ഹാസ് ലോ തെർമൽ എക്സ്പാൻഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന തെർമൽ എക്സ്പാൻഷൻ എന്താണ് നമ്മൾ അവിടെ ആദ്യം മനസ്സിലാക്കണം. ചൂട് കൂടുന്ന സമയത്ത് മെറ്റലിന് ഒരു പ്രത്യേകത, മെറ്റൽ വികസിക്കും. അപ്പൊ ഈ താഴ്ഭാഗം വികസിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണിയാണ് അവിടെ. താഴ്ഭാഗം, ഈ സ്കേർട്ട് എന്ന് പറഞ്ഞ ഭാഗം വികസിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സിലിണ്ടറിന്റെ അകത്ത് പിസ്റ്റൺ ലോക്ക് ആവുന്നതിനുള്ള കാരണമാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പിസ്റ്റൺ സീസർ എന്നാണ്. പിസ്റ്റൺ സീസർ ആവുക, അതായത് പിസ്റ്റൺ നമ്മുടെ സിലിണ്ടറിന്റെ അകത്ത് ബ്ലോക്ക് ആയി പോവുക. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചൂട് കൂടുന്ന സമയത്ത് പിസ്റ്റന്റെ അടിഭാഗം വികസിച്ച് അതിന്റെ അകത്ത് ലോക്ക് ആയി പോവുക. അപ്പൊ നമ്മൾ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ നമ്മൾ സ്റ്റീൽ ഉപയോഗിച്ചു, സ്കേർട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ സ്റ്റീലിന് തെർമൽ എക്സ്പാൻഷൻ കുറവാണ്, മറ്റുള്ള മെറ്റീരിയലുകളെ അപേക്ഷിച്ച് ആ പറയുന്ന വികസിക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പൊ ലോ തെർമൽ എക്സ്പാൻഷൻ ആണ്, അതുകൊണ്ട് തന്നെ സ്റ്റീൽ കുറച്ചാണ് വികസിക്കുള്ളൂ. അപ്പൊ അതുവഴി നമുക്ക് പിസ്റ്റൺ സീസർ, പിസ്റ്റൺ ലോക്ക് ആവുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ബൈമെറ്റൽ പിസ്റ്റനെ പറ്റി നമുക്ക് ഒന്നുകൂടെ പറയാം. അവിടെ 2 മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒന്ന് സ്റ്റീലും രണ്ടാമത്തെ അലൂമിനിയം അലോയും. ഇതിന്റെ മേലോട്ടുള്ള 2 ഭാഗങ്ങൾ, അത് പിസ്റ്റന്റെ ഹെഡും അതുപോലെ തന്നെ പിൻ ബോസ് എന്ന് പറയുന്ന 2 ഭാഗം അലൂമിനിയം അലോയ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴ്ഭാഗമായിട്ടുള്ള സ്കേർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ വെച്ചിട്ടാണ്. താഴ്ഭാഗമായിട്ടുള്ള സ്കേർട്ട് സ്റ്റീൽ വെച്ചിട്ടുണ്ടാക്കാനുള്ള കാരണം സ്റ്റീലിന് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സാധനം ലോ ആണ്. അതായത് അത് ചൂട് കൂടുമ്പോൾ കുറച്ചാണ് വികസിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് വികസിക്കുന്നത് വഴി പിസ്റ്റൺ സീസർ, പിസ്റ്റൺ നമ്മുടെ സിലിണ്ടറിനകത്ത് ബ്ലോക്ക് ആവുന്ന പ്രതിഭാസം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ടൈപ്പ് ക്യാം ഗ്രൗണ്ട് പിസ്റ്റൺ ആണ്. ക്യാം ഗ്രൗണ്ട് പിസ്റ്റന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പാണ്. അതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം, സർക്കുലർ ഷേപ്പ് ഇല്ല, എലിപ്റ്റിക്കൽ ഷേപ്പാണ് ഉള്ളത്. ഏതാണ്ട് ഒരു ഓവൽ ഷേപ്പാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക.
ഓവൽ ഷേപ്പ് വരുമ്പോൾ സർക്കിൾ പോലെയല്ല, അതിന് 2 ഡയമീറ്റർ വരും. ഒരു ചെറിയ ഡയമീറ്ററും ഒരു വലിയ ഡയമീറ്ററും വരും. അതായത് ഇതാണ് ചെറിയ ഡയമീറ്റർ. ഈ ചെറിയ ഡയമീറ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനർ ഡയമീറ്റർ. ഇനി ആ മൈനർ ഡയമീറ്ററിന്റെ അവിടെയായിട്ടാണ് നമ്മുടെ പിസ്റ്റൺ പിൻ കൊടുക്കുന്നത്. ഇത് പിസ്റ്റന്റെ മേലെ എന്നുള്ള വ്യൂ ആട്ടോ. അപ്പൊ പിസ്റ്റൺ പിന്നെ ഇരിക്കേണ്ട ഭാഗം ഈ ഒരു ഭാഗമാണ്. ഇവിടെയാണ് നമ്മൾ പിസ്റ്റൺ പിൻ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതാണ് പിൻ ബോസ് എന്ന് പറഞ്ഞ സാധനം. ഇതിന്റെ അകത്തോട്ടാണ് നമ്മൾ പിസ്റ്റൺ പിൻ കയറ്റിയിരുന്നത്. അപ്പൊ മൈനർ ഡയമീറ്ററിലാണ് ആര് വരുന്നത്? പിസ്റ്റൺ പിൻ എന്ന് പറഞ്ഞ ആൾ വരുന്നത്. ഇനി എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത്, എഞ്ചിൻ ഓടുന്ന സമയത്ത് പിസ്റ്റൺ ചൂടാവും. പിസ്റ്റൺ ചൂടാവുന്ന സമയത്ത് നമ്മൾ മുന്നേ കണ്ട സാധനം വരും, തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പരിപാടി വരും. പിസ്റ്റൺ അതായത് ഈ പറയുന്ന തെർമൽ എക്സ്പാൻഷൻ വഴി മെറ്റൽ വികസിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഈ പറയുന്ന മൈനർ ഡയമീറ്ററിൽ ആയിരിക്കുന്നുണ്ട് നമ്മുടെ പിസ്റ്റൺ പിന്നിരിക്കുന്നുണ്ട്. പിസ്റ്റൺ പിന്നിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആയിരിക്കും കൂടുതൽ വികസനം ഉണ്ടാവുക. മോർ എക്സ്പാൻഷൻ ഹാപ്പൻ അറ്റ് മൈനർ ആക്സിസ്. ഈ മൈനർ ആക്സിസ് എന്ന് പറയുന്ന പിസ്റ്റൺ പിന്നിരിക്കുന്ന ഭാഗത്ത്, മൈനർ ആക്സിസ് അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത് സെയിം ആണ്. ആ ഭാഗത്താണ് കൂടുതൽ വികസിക്കുക. അങ്ങനെ കൂടുതൽ വികസിക്കുന്നത് വഴി നമ്മുടെ പിസ്റ്റൺ സർക്കുലർ ഷേപ്പായിട്ട് മാറുകയാണ് ചെയ്യണം. അപ്പൊ ഒന്നുകൂടെ പറയാം, പോയിന്റുകൾ ഇതൊക്കെയാണ്. നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ട് പിസ്റ്റന്റെ പ്രത്യേകത അതിന്റെ ഷേപ്പാണ്, എലിപ്റ്റിക്കൽ ഷേപ്പാണ് അതിനുള്ളത്. അതിന്റെ അകത്ത് മൈനർ ഡയമീറ്റർ, ചെറിയ ഡയമീറ്ററിന്റെ ഭാഗത്താണ് നമ്മുടെ പിസ്റ്റൺ പിന്നിരിക്കുന്നത്. എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ ചൂടാവുകയും ഈ പിസ്റ്റൺ പിന്നിരിക്കുന്ന ഭാഗം കൂടുതൽ വികസിക്കുകയും ചെയ്യും. അങ്ങനെ വികസിക്കുന്നത് വഴി നമ്മുടെ പിസ്റ്റന്റെ ഷേപ്പ് സർക്കുലർ ആയിട്ട് മാറും. അതായത് കോൾഡ് കണ്ടീഷനിൽ എലിപ്റ്റിക്കൽ ഷേപ്പും ഹോട്ട് കണ്ടീഷനിൽ സർക്കുലർ ഷേപ്പുമാണ് നമ്മുടെ പിസ്റ്റൺ ഉള്ളത്. ഇങ്ങനെയുള്ള പിസ്റ്റൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാമ്പ് ഗ്രൗണ്ട് പിസ്റ്റൺ. അടുത്ത ടൈപ്പ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ടേപ്പർ പിസ്റ്റൺ ആണ്. നമുക്കറിയാം ടേപ്പറിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നതിനാണ് നമ്മൾ ടേപ്പർ എന്ന് വിളിക്കുക, അല്ലെ? ചെരിഞ്ഞിങ്ങനെ ഇരിക്കുന്നതിനാണ് നമ്മൾ ടേപ്പർ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ പിസ്റ്റന്റെ ഷേപ്പ് പക്കാ സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ല, എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ട് ഒരുപോലെ അല്ല ഇരിക്കുന്നത്. ചെറിയൊരു ടേപ്പർ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം. സിലിണ്ടറിന്റെ ഹെഡ്, അത് നമ്മളതിനെ ക്രൗൺ എന്ന് കൂടെ വിളിക്കാറുണ്ട്. ഈ ക്രൗണിന് വലിപ്പം കുറവും അതുപോലെ തന്നെ സ്കേർട്ടിന് വലിപ്പം കൂടുതലാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം, അത് ടേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കണേ. ക്രൗൺ സൈഡ് സ്മോളർ ആണ്, അതുപോലെ തന്നെ സ്കേർട്ടിന്റെ ബിഗർ ആണ്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്യൂൽ കത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന നമ്മുടെ ക്രൗൺ ആണ്. സ്കേർട്ട്, അടിയിലുള്ള സ്കേർട്ടിനേക്കാൾ ചൂട് അനുഭവപ്പെടുന്ന മേലുള്ള ക്രൗൺ ആണ്. അപ്പൊ കൂടുതൽ ചൂട് വരുന്ന ഭാഗത്ത് കൂടുതൽ തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവും, കൂടുതൽ അത് എക്സ്പാൻഡ് ആവും. അപ്പൊ ഹയർ ടെമ്പറേച്ചർ ഉള്ളത് എവിടെയാണ്? ക്രൗണിലാണ്. അതുകൊണ്ട് തന്നെ ക്രൗൺ എന്താവും? കൂടുതൽ എക്സ്പാൻഡ് ആവും. ഇങ്ങനെ കൂടുതൽ എക്സ്പാൻഡ് ആവുന്ന സമയത്ത് അത് ഇതേപോലെ ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പിസ്റ്റൺ സിലിണ്ടർ അകത്ത് ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ തന്നെ പിസ്റ്റന്റെ ടോപ്പ് ഭാഗം, ക്രൗൺ ഭാഗം കുറച്ച് വീതി കുറച്ചുണ്ടാക്കും. അടിഭാഗത്തിന് കുറച്ചും കൂടെ വീതി കൂടുതലായിരിക്കും. അപ്പൊ കൂടുതൽ എക്സ്പാൻഡ് ആവുന്നത് എവിടെയാ? ക്രൗൺ ആണ്. അപ്പൊ കൂടുതൽ എക്സ്പാൻഡ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിന്റെ ഷേപ്പ് ഏതാണ്ട് യൂണിഫോം ഷേപ്പിലോട്ട് വരും. ലാസ്റ്റ് പോയിന്റ് ഉണ്ട്, പിസ്റ്റൺ ഡയമീറ്റർ ബിക്കംസ് യൂണിഫോം. നമ്മുടെ ഇതാക്കെയാണ് യൂണിഫോം ഉണ്ട്, അതായത് ഏതാണ്ട് ഒരുപോലെയായിട്ട് മാറും അതിന്റെ വലിപ്പം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഓഫ്സെറ്റ് പിസ്റ്റൺ ആണ്. അപ്പൊ ഓഫ്സെറ്റ് പിസ്റ്റൺ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓഫ്സെറ്റ് പിസ്റ്റന്റെ പ്രത്യേകത ഇതിലോട്ട് പോകുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഓഫ്സെറ്റ് പിസ്റ്റൺ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ പിസ്റ്റൺ മേലോട്ട് താഴത്തോട്ട് റെസിപ്രോക്കേറ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഈ ഫസ്റ്റ് ഫിഗറിൽ പിസ്റ്റൺ മേലോട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത്, അത് കംപ്രഷൻ സ്ട്രോക്ക്. രണ്ടാമത്തേല് പവർ സ്ട്രോക്കിന് വേണ്ടിയിട്ട് പിസ്റ്റൺ താഴത്തോട്ട് പോകുന്നതായിട്ട് കാണിച്ചാണ്. അപ്പൊ പിസ്റ്റൺ മേലോട്ട് താഴത്തോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കണക്ടിംഗ് റോഡ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കണക്ടിംഗ് റോഡ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ ഒരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യും. ഇവിടെ ഫോഴ്സ് റൈറ്റ് സൈഡിലോട്ടായിരിക്കും, ഇവിടെ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം മേലോട്ടുള്ള അപ്വേർഡ് സ്ട്രോക്കിൽ ഫോഴ്സ്, കംപ്രഷൻ സ്ട്രോക്കിൽ ഫോഴ്സ് റൈറ്റ് സൈഡിലോട്ടാണ്, പവർ സ്ട്രോക്കിൽ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പൊ ഈ ഫോഴ്സ് ഷിഫ്റ്റ് ആവുന്നുണ്ട് ഓരോ സൈഡിലോട്ട്. ആദ്യം റൈറ്റ് സൈഡിലോട്ടായിരുന്നു, ഈ വാളിലോട്ടായിരുന്നു ഫോഴ്സ്, രണ്ടാമത്തേത് ഇപ്പുറ വാളിലോട്ടായി ഫോഴ്സ്. ഈ ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും, ചെറിയൊരു ആട്ടം ഉണ്ടാവും. ആ പിസ്റ്റൺ രണ്ട് വാളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ഇരിക്കുന്നതിന് കാരണമാവും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പിസ്റ്റൺ സ്ലാപ്പ്. ആ സ്ലാപ്പ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനാവുന്നത് നമ്മുടെ പവർ സ്ട്രോക്കിലാണ്. കാരണം പവർ സ്ട്രോക്കിലാണ് നമ്മുടെ പിസ്റ്റൺ ശക്തമായിട്ട് താഴത്തോട്ട് തന്നെ. താഴത്തോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്ന സാധനം ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു സ്ലാപ്പ് വരും. അപ്പൊ നല്ല രീതിയിലോട്ട് ഫോഴ്സ് ആ സൈഡിലോട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ മേജർ ത്രസ്റ്റ് സൈഡ് എന്നാണ് വിളിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിന് നമ്മൾ മേജർ ത്രസ്റ്റ് സൈഡ് വിളിക്കും, നല്ല ഫോഴ്സ് വരുന്ന ഭാഗം. റൈറ്റ് സൈഡ് നമ്മൾ വിളിക്കുന്ന മൈനർ ത്രസ്റ്റ് സൈഡ് എന്നാണ്. അത്രയും കാര്യം മനസ്സിലാക്കുക. ഇത് മൈനർ, ഇത് മേജർ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്ന സമയത്ത്, റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് രണ്ട് സൈഡിലോട്ട് മാറി വരും. പക്ഷെ അതിന്റെ അകത്ത് ഡൗൺവേർഡ് സ്ട്രോക്ക്, നമ്മുടെ പവർ സ്ട്രോക്ക് വരുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത്, അത് ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ മേജർ ത്രസ്റ്റ് സൈഡ് എന്ന് വിളിക്കും. ഫോഴ്സ് കുറച്ചുണ്ടാവുന്ന ഭാഗത്തിന് നമ്മൾ മൈനർ ത്രസ്റ്റ് സൈഡ് എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന പിസ്റ്റൺ സ്ലാപ്പ്, പിസ്റ്റൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഫ്സെറ്റ് പിസ്റ്റൺ. ഓഫ്സെറ്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സെൻട്രൽ അല്ലാന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പിസ്റ്റന്റെ പിന്ന്, ഈ കാണുന്ന പിന്ന് സെൻട്രൽ അല്ല ഇരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഇരിക്കുന്നത്? പിസ്റ്റൺ പിൻ ഇസ് നോട്ട് അറ്റ് ദ സെന്റർ, സ്ലൈറ്റ്ലി ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ മേജർ ത്രസ്റ്റ് സൈഡ്. മേജർ ത്രസ്റ്റ് സൈഡിലോട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇതല്ലേ മേജർ ത്രസ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. ആ ലെഫ്റ്റ് സൈഡിലോട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മുടെ പിസ്റ്റൺ പിൻ ഇരിക്കുന്നത്. അതായത് ഇതാണ് സെന്റർ എങ്കിൽ ആ സെന്ററിലല്ല പിസ്റ്റൺ പിൻ ഇരിക്കുന്നത്, കുറച്ച് ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണ് ഇരിക്കുന്നത്.
ഇനി അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ പഠിച്ച പോലെ റിഡ്യൂസ് പിസ്റ്റൺ സ്ലാപ്പ്. പിസ്റ്റൺ സ്ലാപ്പ് എന്ന് പറയുന്ന പ്രതിഭാസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് കംപ്രഷൻ സ്ട്രോക്ക് ആയിട്ട് പറഞ്ഞത്. ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് പിസ്റ്റൺ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? TDCയിലേക്ക് മൂവ് ചെയ്യും, മേലോട്ട് മൂവ് ചെയ്യും. മേലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റണ് ചെറിയൊരു ചെരിവുണ്ട്. പിസ്റ്റൺ ടിൽസ് എന്ന് പറഞ്ഞാൽ ചെരിയാന്നാണ് അർത്ഥം. സ്ലൈറ്റ്ലി ചെറിയൊരു ചെരിവ് വരുന്നുണ്ട്. ഞാൻ ചെരിവ് മൂലം അവിടെ കോൺടാക്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ? രണ്ട് സ്ഥലത്ത് കോൺടാക്ട് ഉണ്ട്. ഇവിടെ മുട്ടുണ്ട്, മേലെ മുട്ടുണ്ട്. അതെങ്ങനെ പറഞ്ഞേക്കണേ? ക്രൗൺ മൈനർ ത്രസൈഡിൽ മുട്ടും. ക്രൗൺ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഭാഗം അല്ലേ? ടോപ്പ് ഭാഗം മൈനർ ത്രസൈഡിൽ മുട്ടും. അതുപോലെ തന്നെ സ്കേർട്ട് അടിഭാഗം, സ്കേർട്ട് എന്ന് പറഞ്ഞ ഭാഗം എവിടെ മുട്ടണേ? മേജർ ത്രസൈഡിലാണ് മുട്ടണേ. അപ്പൊ ക്രൗൺ മൈനർ ത്രസൈഡിൽ മുട്ടും. ഇനി സ്കേർട്ട് മേജർ ത്രസൈഡിൽ മുട്ടും. രണ്ടാമത് പവർ സ്ട്രോക്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഡ്യൂറിംഗ് പവർ സ്ട്രോക്ക് കണക്ടിംഗ് റോഡിന്റെ ആംഗിൾ ചേഞ്ച് ആവും. അതായത് കണക്ടിംഗ് റോഡ് ആദ്യം ഇങ്ങടായിരുന്നു ചെരിഞ്ഞിരുന്നത്, രണ്ടാമത് ഇങ്ങടാവും ചെരിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പിസ്റ്റണ് ലെഫ്റ്റ് സൈഡിലോട്ട് നല്ല രീതിയിലുള്ള ഒരു ത്രസ്റ്റ്, നല്ല രീതിയിലോട്ടുള്ള ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ പിസ്റ്റന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരാന്നുള്ളതാണ്. വളരെ ശക്തമായിട്ട് വന്ന് അടിക്കേണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ഇവിടെ നമ്മുടെ കംപ്രഷൻ സ്ട്രോക്കിൽ ചെറിയ കോൺടാക്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അടിഭാഗം ഓൾറെഡി മുട്ടിയിരിക്കുമായിരുന്നു. ഇനി മേൽഭാഗം മാത്രമേ മുട്ടാനുണ്ടാവുള്ളൂ. ചെറിയൊരു ഭാഗം മാത്രമാണ് മുട്ടാനായിട്ട് ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗം വന്ന് മുട്ടുന്ന സമയത്ത് വലിയൊരു സ്ലാപ്പ് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ അവിടെ ഈ പറയുന്ന പിസ്റ്റൺ സ്ലാപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന ചെരിവ് ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ടുള്ള മുട്ടല്, പതിയുള്ള മുട്ടലും കാര്യങ്ങളും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പിസ്റ്റൺ നേരെ വന്ന് അടിച്ചേനെ, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വാളിലോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരുന്നേനെ. അപ്പൊ അങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന അത് പിസ്റ്റൺ സ്ലാപ്പിന് കാരണമാവും. പിസ്റ്റൺ സ്ലാപ്പ് മൂലം നമ്മുടെ കമ്പോണൻസിന് കംപ്ലൈന്റിന് കാരണമാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഓഫ്സെറ്റ് പിസ്റ്റൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഓഫ്സെറ്റ് പിസ്റ്റൺ എന്താണെന്നുള്ളത് നോക്കാം. പറയേണ്ട പോയിന്റ്സ്, എക്സാം എഴുതുന്ന പോയിന്റ് ആണ് ഇവിടെ മേജർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓഫ്സെറ്റ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിസ്റ്റന്റെ പിന്ന് കറക്റ്റ് സെന്ററിലല്ല ഇരിക്കുന്നത്. അതെങ്ങനെ ഇരിക്കുന്നത്? മേജർ ത്രസൈഡ്, ലെഫ്റ്റ് സൈഡ് ആണ് മേജർ ത്രസൈഡ്, റൈറ്റ് സൈഡ് ആണ് മൈനർ ത്രസൈഡ്. മേജർ ത്രസൈഡിലോട്ട് കുറച്ച് നീങ്ങിയിട്ടാണ്, സെന്ററിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അത് എന്തിനാ അങ്ങനെ നീങ്ങിയിരിക്കുന്നത്? പിസ്റ്റൺ സ്ലാപ്പ് എന്ന് പറയുന്ന പ്രതിഭാസം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അത് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഈ കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് പിസ്റ്റൺ മേലോട്ട് മൂവ് ചെയ്യും. പിസ്റ്റന്റെ ക്രൗൺ മൈനർ ത്രസൈഡിൽ മുട്ടും. പിസ്റ്റന്റെ സ്കേർട്ട് മേജർ ത്രസൈഡിൽ മുട്ടും. ഇനി രണ്ടാമത് പിസ്റ്റൺ പവർ സ്ട്രോക്ക് പോകുന്ന സമയത്ത് കണക്ടിംഗ് റോഡ് ചെരിയും, ഇപ്പുറ സൈഡിലോട്ട് ചെരിയും. ഇനി നല്ല രീതിയിലുള്ള ഒരു ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. പക്ഷെ ഓൾറെഡി നമ്മുടെ പിസ്റ്റൺ ഓൾറെഡി താഴ്ഭാഗം കോൺടാക്റ്റിലായിരുന്നത് കൊണ്ട് തന്നെ അവിടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു കോൺടാക്ട് മൂലം അവിടെ പിസ്റ്റൺ സ്ലാപ്പ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എക്സ്പാൻഷൻ കൺട്രോൾ മെത്തേഡ്സ് ഇൻ പിസ്റ്റൺ ആണ്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു, പിസ്റ്റന്റെ കേസിൽ ചൂട് കൂടുന്ന സമയത്ത് അത് വികസിക്കും. അതിന് നമ്മൾ ആ പ്രതിഭാസം നമ്മൾ വിളിക്കുന്ന പേര് തെർമൽ എക്സ്പാൻഷൻ എന്നാണ്. ഈ തെർമൽ എക്സ്പാൻഷൻ മൂലം പിസ്റ്റൺ സിലിണ്ടറിന്റെ അകത്ത് ലോക്ക് ആവുന്ന, അതായത് പിസ്റ്റൺ സീഷർ സംഭവിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളെയാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ രണ്ട് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്ലോട്ട് ഓൺ ദ പിസ്റ്റണും, രണ്ടാമത്തെ ഹീറ്റ് ഡൗൺ. സ്ലോട്ട് ഓൺ ദ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ പിസ്റ്റന്റെ അകത്ത് ഇതുപോലെയുള്ള സ്ലോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അതിൽ ഗ്യാപ്പുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ ഗ്യാപ്പുകൾ ഹീറ്റ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും, അതായത് ഹീറ്റിനെ കടത്തി വിടാത്തൊരു മതിൽ പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഈ ബാരിയർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹീറ്റ് താഴത്തോട്ട് സഞ്ചരിച്ച് സ്കേർട്ടിലോട്ട് എത്തുന്നത് തടയും, അതായത് താഴെയുള്ള സ്കേർട്ടിലോട്ട് ഹീറ്റ് എത്തുന്നത് തടയും. റെഡ്യൂസസ് ഹീറ്റ് റീച്ചിങ് ദ സ്കേർട്ട്, റെഡ്യൂസസ് ദ എക്സ്പാൻഷൻ ഓഫ് സ്കേർട്ട്. ഹീറ്റ് റീച്ച് ചെയ്യുന്നത് തടയുന്നത് മൂലം നമ്മുടെ സ്കേർട്ട് എക്സ്പാൻഡ് ആവുന്നത് തടയും, അല്ലെങ്കിൽ കുറയ്ക്കുമെന്ന് പറയാം. അപ്പൊ ഇവിടെ സ്ലോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് 3 ടൈപ്പ് സ്ലോട്ട് ഉണ്ട്. അതിന്റെ പേര് കൊടുത്തല്ല, പക്ഷേ ഫിഗർ കൊടുത്തിട്ടുണ്ട്. പേര് നിങ്ങളുടെ മെയിൻ നോട്ടിലുണ്ട്. ഹൊറിസോണ്ടൽ സ്ലോട്ട്, വെർട്ടിക്കൽ സ്ലോട്ട്, അതുപോലെ തന്നെ T സ്ലോട്ട്. ഇങ്ങനെ 3 ടൈപ്പ് സ്ലോട്ടുകളാണ് ഉള്ളത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഡാം ആണ്. ഹീറ്റ് ഡാം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു സർക്കുലർ ഗ്രൂവ് ആണ്. ഈ കാണുന്ന ചെറിയ ഗ്രൂവ് ഉണ്ടോ, ഈ ഗ്രൂവ് നമ്മുടെ പിസ്റ്റന്റെ ചുറ്റും, ഈ പിസ്റ്റന്റെ ഒരു പകുതി ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. ഇങ്ങനെ പിസ്റ്റന്റെ ചുറ്റും റൗണ്ടിന് ഇങ്ങനെ ഒരു ഗ്രൂവ് ഉണ്ടാവും. ആ ഗ്രൂവിന്റെ പൊസിഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മേൽഭാഗം എന്ന് പറഞ്ഞാൽ പിസ്റ്റന്റെ ക്രൗൺ, അതുപോലെ ഈ താഴെ കാണുന്ന 1, 2 ഇതൊക്കെ പിസ്റ്റന്റെ റിങ്ങുകളാണ്. അപ്പൊ ടോപ്പ് റിങ്ങിന്റെയും ക്രൗണിന്റെയും ഇടയിലാണ് ഹീറ്റ് ഡാം വരുന്നത്. അപ്പൊ നമുക്കിവിടെ പറയാം, ഹീറ്റ് ഡാം എന്ന് പറയുന്ന സർക്കുലർ ഗ്രൂവ് ആണ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ പിസ്റ്റൺ ക്രൗൺ ആൻഡ് ടോപ്പ് റിംഗ്, ഇവരുടെ ഇടയിലാണ് വരുന്നത്. ഹീറ്റ് ഡാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കടന്നുള്ള സ്ഥലം കുറയ്ക്കും. ഇവിടെ ഗ്യാപ്പ് ആയതുകൊണ്ട് ഹീറ്റിനെ കടന്നുള്ള സ്ഥലം കുറയ്ക്കാണ് ചെയ്യുന്നത്. റെഡ്യൂസസ് ദ പാത്സ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് പിസ്റ്റൺ റിങ്ങുകളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇതിന്റെ താഴെ ഈ ഹീറ്റ് ഡാമിന്റെ താഴത്തോട്ട് വരുന്ന പിസ്റ്റൺ റിങ്ങുകളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സ്ലോട്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് താഴെയുള്ള സ്കേർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. പകരം നമ്മുടെ ഹീറ്റ് ഡാമിന്റെ പണി എന്ന് പറഞ്ഞത് താഴെ വരുന്ന പിസ്റ്റൺ റിങ്ങുകളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പിസ്റ്റൺ റിങ്ങുകളെ പറ്റിയിട്ടാണ്. അപ്പൊ ജനറലി പിസ്റ്റണുകൾക്ക് 3 റിങ്ങുകളുണ്ട്. അത് 2 ടൈപ്പായിട്ടാണ് വരുന്നത്. കംപ്രഷൻ റിങ്ങുകളും ഓയിൽ റിങ്ങുകളും ആണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. അതിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണം ഈ കാണുന്ന കംപ്രഷൻ റിംഗ് ആയിരിക്കും. അവസാനം വരുന്ന ആളെന്ന് പറഞ്ഞത് ഓയിൽ റിംഗ് ആയിരിക്കും. അപ്പൊ 2 കംപ്രഷൻ റിങ്ങും ഒരു ഓയിൽ റിംഗും കൂടി ചേർന്ന് മൊത്തം 3 പിസ്റ്റൺ റിങ്ങുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ റിങ്ങുകളുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് കംപ്രഷൻ റിംഗ് നോക്കാം. കംപ്രഷൻ റിംഗിലോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് 2 എന്ന് പറഞ്ഞ നമ്പറാണ് കൊടുത്തേക്കണേ. അതായത് 2 കംപ്രഷൻ റിംഗ് ഉണ്ട്. സീൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ വാൾ. പിസ്റ്റന്റെയും സിലിണ്ടർ വാളിന്റെയും ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, പിസ്റ്റൺ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ സിലിണ്ടർ ആയിരിക്കുക, ഈ സിലിണ്ടറിന്റെയും പിസ്റ്റന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനെ സീൽ ചെയ്യുക, ലീക്കേജ് ഇല്ലാതെ സീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കംപ്രഷൻ റിംഗിന്റെ പണി.
അപ്പൊ എന്തിനാണ് സീൽ ചെയ്യണേ, എന്ത് ലീക്ക് ആവുകയാണ് സീൽ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് കാര്യങ്ങളാണ് സീൽ ചെയ്യുക. ഒന്ന്, പ്രിവെന്റ് ലോസ് ഓഫ് കംപ്രഷൻ. അത് നമ്മൾ നമ്മുടെ എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രഷൻ സ്ട്രോക്കിൽ വളരെ ഹൈ പ്രഷറിൽ ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഞെരുക്കി വെക്കും. ഞെരുക്കി വെക്കുന്ന സമയത്ത് ഇവിടെ ചെറിയ ലീക്ക് ഉണ്ട്, ഗ്യാസ് ലീക്ക് ആയി പോയി കഴിഞ്ഞാൽ അവിടെ കംപ്രഷൻ നഷ്ടപ്പെട്ടു ചെയ്യണേ. അപ്പൊ കംപ്രഷൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ഫ്യൂൽ കത്തുപിടിക്കുന്നതിനെ ബാധിക്കും അത്. അപ്പൊ അങ്ങനെ ആ ഒരു ഗ്യാസ് നമ്മൾ കംപ്രസ് ചെയ്തിരിക്കുന്ന ഗ്യാസ് നഷ്ടപ്പെട്ട് പോകാതെ സൂക്ഷിക്കുക. അതായത് പ്രിവെന്റ് ലോസ് ഓഫ് കംപ്രഷൻ എന്നുള്ളതാണ് ആദ്യത്തെ പണി. രണ്ടാമത്തെ പണി എന്ന് പറയുന്നത് ഫ്യൂൽ കത്തി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആ ഗ്യാസ് ആണ് അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗ്യാസ് ഒരിക്കലും ലീക്ക് ആയി പോകരുത്. ആ ഗ്യാസിന്റെ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുക. അപ്പൊ പ്രിവെന്റ് ലീക്കേജ് ഓഫ് ഗ്യാസ് ഡ്യൂറിംഗ് പവർ സ്ട്രോക്ക്. അപ്പൊ പ്രിവെന്റ് ലോസ് ഓഫ് കംപ്രഷൻ പ്രിവെന്റ് ചെയ്യുക. കംപ്രഷൻ ഉദ്ദേശിക്കുന്ന കംപ്രഷൻ ഗ്യാസിനെ കേട്ടോ. കംപ്രഷൻ ഗ്യാസ് ലീക്ക് ആവാതെ പ്രിവെന്റ് ചെയ്യുക. അതേപോലെ തന്നെ പവർ സ്ട്രോക്കിന്റെ സമയത്തും ഈ പറയുന്ന ഗ്യാസ് ലീക്ക് ആവാതെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഓയിൽ റിംഗ് ആണ്. ഓയിൽ റിംഗിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ദി എമൗണ്ട് ഓഫ് ലൂബ്രിക്കേഷൻ ഓയിൽ ഓൺ ദി സിലിണ്ടർ വാൾ. സിലിണ്ടർ വാളിലുള്ള ലൂബ്രിക്കേഷൻ ഓയിലിന്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഓയിൽ റിംഗിന്റെ പണി. അതായത് നമ്മുടെ ലൂബ്രിക്കേഷൻ ഓയിൽ താഴെ സമ്പിന്ന് നമ്മുടെ സിലിണ്ടർ വാൾസിലോട്ട് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യും, അതായത് ഇങ്ങനെ തെറിപ്പിക്കും. അതായത് സിലിണ്ടർ വാൾസിൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്, തേമാനം ഉണ്ടായിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ലൂബ്രിക്കേഷൻ വേണം. കാരണം പിസ്റ്റൺ ഇത് കൂടെ കിടന്ന് ഇങ്ങനെ വരാനുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്പ്ലാഷ് ചെയ്യും, ഇങ്ങനെ തെറിപ്പിക്കുക ചെയ്യണം. അപ്പൊ ലൂബ്രിക്കേഷൻ ഓയിൽ പമ്പ് ചെയ്ത് മേലോട്ട് ഇതുപോലെ നമ്മൾ സ്പ്ലാഷ് ചെയ്ത് ഇവിടെ ലൂബ്രിക്കേഷൻ ഓയിൽ ഉണ്ടാവും. പക്ഷെ ലൂബ്രിക്കേഷൻ ഓയിൽ കൂടിക്കഴിഞ്ഞാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. ലൂബ്രിക്കേഷൻ ഓയിൽ ഭയങ്കരമായിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്യൂവലിനൊപ്പം ബേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ കയറി വരും. അപ്പൊ കുറയും ചെയ്യരുത് കൂടും ചെയ്യരുത്, അത് കൺട്രോൾ ആയിട്ട് നിൽക്കണം. അതായത് ഒരു സർട്ടൻ എമൗണ്ട് മാത്രമാണ് അവിടെ നിൽക്കാവുള്ളൂ. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ അപ്വേർഡ് ഷോക്ക്, നമ്മുടെ പിസ്റ്റൺ മേലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഓയിൽ സ്പ്ലാഷ് ആവും. അതിനുശേഷം നമ്മുടെ പിസ്റ്റൺ താഴത്തോട്ട് വരുന്ന സമയത്ത് പിസ്റ്റന്റെ രണ്ട് സൈഡിൽ നമുക്കറിയാം പിസ്റ്റൺ റിംഗ് ഉണ്ട്, വട്ടത്തിൽ പിസ്റ്റൺ റിംഗ് ഇരിക്കുന്നുണ്ട്. താഴത്തോട്ട് വരുന്ന സമയത്ത് പിസ്റ്റൺ റിംഗ് അതിനെ വൈപ്പ് ചെയ്യുക ചെയ്യണം. നമ്മുടെ വൈപ്പർ നമ്മുടെ വണ്ടിയുടെ ഒക്കെ കണ്ണാടിയിൽ ചേർന്ന വെള്ളത്തിനെ വൈപ്പ് ചെയ്യുന്ന പോലെ തുടച്ചെടുക്കുക ചെയ്യണം. തുടച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഫൈൻ ലെയർ ഓഫ് ലൂബ്രിക്കേഷൻ ഓയിൽ മാത്രം ഉണ്ടാവുക. ലൂബ്രിക്കേഷൻ ഓയിലിന്റെ ഒരു ലെയർ മാത്രം ബാക്കി വയ്ക്കും. ബാക്കി എക്സസ് ആയിട്ടുള്ള അധികമായിട്ടുള്ള ലൂബ്രിക്കേഷൻ ഓയിലിനെ അത് വലിച്ച് താഴത്തോട്ട് കൊണ്ടുവരികയാണ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പിസ്റ്റൺ പിന്നാണ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണക്ടിംഗ് റോഡ് പഠിച്ച സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന കണക്ടിംഗ് റോഡില് നമ്മുടെ പിസ്റ്റണെ കണക്ട് ചെയ്യുന്നത് ഈ പറയുന്ന സ്മോളർ എൻഡിലാണ്. അപ്പൊ പിസ്റ്റണെ കണക്ടിംഗ് റോഡിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ അകത്ത് നമ്മളൊരു പിന്നിടും. പിസ്റ്റന്റെ അകത്തേക്കൂടെ കണക്ടിംഗ് റോഡിന്റെ അകത്തേക്കൂടെ കടന്നു പോകുന്ന ഒരു പിന്നുണ്ട്. ആ പിന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിസ്റ്റൺ പിന്ന്. പിസ്റ്റൺ പിന്നിന്റെ പണി എന്ന് പറഞ്ഞാൽ പിസ്റ്റണെ കണക്ടിംഗ് റോഡായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഈ പിസ്റ്റൺ പിന്നിന്റെയും കണക്ടിംഗ് റോഡിന്റെയും കണക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് 3 രീതിയിലുള്ള അറേഞ്ച്മെന്റുകൾ ഉണ്ട്. ഫുൾ ഫ്ലോട്ടിംഗ്, സെമി ഫ്ലോട്ടിംഗ്, അതുപോലെ തന്നെ സ്റ്റേഷനറി, ഗഡ്ജൻ പിൻ. അപ്പൊ ഇതിന്റെ വർക്കിംഗിലോട്ട് പോകുന്നതിന് മുന്നേ ഇതിന്റെ അസംബ്ലി ഫസ്റ്റ് മനസ്സിലാക്കണം. ഫസ്റ്റ് നിങ്ങൾ ഫുൾ ഫ്ലോട്ടിംഗ് ഗഡ്ജൻ പിന്നാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഇതിന്റെ അസംബ്ലി സിസ്റ്റം മനസ്സിലാക്കാം. ഈ കാണുന്നതാണ് പിസ്റ്റൺ. ഇനി ഇതാണ് കണക്ടിംഗ് റോഡ്. ഈ താഴത്തോട്ട് പോകുന്നതാണ് കണക്ട് റോഡ്. ബാക്കി താഴത്തോട്ടുണ്ട് ഫിഗറിൽ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ പറയുന്ന കണക്ടിംഗ് റോഡിനെ നമ്മൾ പിസ്റ്റന്റെ അകത്തോട്ട് കയറ്റി വയ്ക്കും. പിസ്റ്റന്റെ അകത്തോട്ട് കയറ്റിയതിനു ശേഷം രണ്ടുപേരുടെയും ഉള്ളിക്കൂടെ, പിസ്റ്റന്റെയും അതുപോലെ തന്നെ കണക്ടിംഗ് റോഡിന്റെയും ഉള്ളിക്കൂടെ കോമൺ ആയിട്ട് ഒരു പിന്നങ്ങ് കടന്നു പോകും. ആ പിന്നെയാണ് നമ്മൾ പിസ്റ്റൺ പിന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ അസംബ്ലി. പിസ്റ്റൺ, കണക്ടിംഗ് റോഡ്, അവരുടെ ഇടയിലൂടെ പിസ്റ്റൺ പിന്ന്. ഇനി വേറൊരാളെ കൂടെ പരിചയപ്പെടണം. ഈ പിസ്റ്റന്റെ അകത്ത് നമ്മുടെ പിന്നിന് കടന്നുള്ള ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിൽ കൂടെ നമ്മൾ ഈ പിന്ന് എന്ന് പറഞ്ഞ സാധനത്തിന് പറഞ്ഞാൽ ആ ഹോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോസ്. നമ്മൾ നേരത്തെ കണ്ട ടൈമാണത്. സാധാ ബോസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പിൻ ബോസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിൽ കൂടെയാണ് നമ്മൾ ഈ പിന്നിന് വരുന്നത്. ആ ഹോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോസ്. ഇനി ഈ പറയുന്ന പിസ്റ്റൺ പിന്നിന്റെയും കണക്ടിംഗ് റോഡിന്റെയും കണക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പാണ് നമ്മൾ പറഞ്ഞു. ഓരോരുത്തരുടെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ആള് ഫുൾ ഫ്ലോട്ടിംഗ് ഗഡ്ജൻ പിന്നാണ്. ഫുൾ ഫ്ലോട്ടിംഗിന്റെ കേസിൽ നിങ്ങൾ നോക്കുക, പിൻ ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ബോത്ത് ബോസ് ആൻഡ് കണക്ടിംഗ് റോഡ്. അതായത് പിന്നെന്ന് പറഞ്ഞ ആള് ബോസിലും അതേപോലെ തന്നെ കണക്ടിംഗ് റോഡിലും ഈ 2 പേരിലും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ പിന്നെന്ന് പറഞ്ഞ ആൾക്ക് സുഖമായിട്ട് 2 പേരിലും കിടന്ന് റൊട്ടേറ്റ് ചെയ്യാം. കാരണം ഈ പറയുന്ന പിന്നിനെ ഇവർ ആരുമായിട്ടും അറ്റാച്ച് ചെയ്തില്ല, ഫിക്സ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് സ്വന്തമായിട്ട് കറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്ക് സ്വന്തമായിട്ട് കറങ്ങാനായിട്ട് സാധിക്കും. സോ ദേ ആർ ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ബോത്ത് ബോസ് ആൻഡ് കണക്ടിംഗ് റോഡ്. രണ്ടിലും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് സൈഡ് വേ നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഫിക്സ് ചെയ്തിട്ടില്ലോ, സൈഡ് വേ 2 സൈഡിലോട്ടും തള്ളി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തള്ളി പോകാതിരിക്കാൻ വേണ്ടി അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്ലിപ്സ് എന്ന് പറയുന്ന സാധനം 2 എൻഡിലുമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സൈഡ് വേ ഉള്ള പിന്നിന്റെ മൂവ്മെന്റിനെ തടയും സർക്ലിപ്പ്. ഇനി ഈ ഫ്രീ മൂവ്മെന്റ് ഉള്ളതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസസ് വിയർ ആൻഡ് ടിയർ. അതായത് ഫ്രീ മൂവ്മെന്റ് ആണ്, അതുകൊണ്ട് വേറെ ഫ്രിക്ഷൻ കാര്യങ്ങൾ ഒന്ന് കുറയും. അതുകൊണ്ട് തന്നെ അവിടെ തേയ്മാനം എന്ന് പറയുന്നത് സാധനം കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ സെമി ഫ്ലോട്ടിംഗ് നോക്കാം. ഫുൾ ഫ്ലോട്ടിംഗിന്റെ പേര് ഫുൾ ഫ്ലോട്ടിംഗ് വിളിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള കാരണം, ഫുൾ ഫ്ലോട്ടിംഗിന്റെ അർത്ഥം മൊത്തത്തിൽ ഒഴുകിയെടുക്കുക എന്നുള്ളതാണല്ലോ. കംപ്ലീറ്റ്ലി ഒഴുകിയെടുക്കുക. അത് എവിടെയും ഫിക്സ് ചെയ്തില്ല, പിസ്റ്റന്റെ തോന്നിയ പോലെ കിടന്ന് കറങ്ങാം. പക്ഷെ സെമി ഫ്ലോട്ടിംഗിന്റെ അർത്ഥം സെമീന, ഫുൾ അല്ല, സെമി. അതായത് പകുതി കറങ്ങാം. പകുതി കറങ്ങാമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാളിലോട്ട് ഫിക്സഡ് ആയിരിക്കും, പക്ഷെ മറ്റേ ആളുടെ സുഖമായിട്ട് കിടന്ന് കറങ്ങാന്നുള്ളതാണ്. അതായത് പിന്നെ ഇവിടെ നമ്മൾ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെന്ന് പറഞ്ഞ ആള് നമ്മുടെ കണക്ടിംഗ് റോഡിലോട്ട് ഫിക്സ് ആണ്. ഇവിടെ നട്ടൊക്കെ കാണാം, കണക്ടിംഗ് റോഡിലോട്ട് ഫിക്സ് ആണ്. പക്ഷെ ഈ പറയുന്ന പിന്നിന് നമ്മുടെ പിസ്റ്റണി കിടന്ന് റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ പിൻ ഈസ് ഫിക്സ്ഡ് ഇൻ കണക്ടിംഗ് റോഡ് ഫിക്സ്ഡ് ആണ്, പക്ഷെ ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ബോസ്. ഈ പറയുന്ന പിസ്റ്റന്റെ അകത്തുള്ള ബോസിൽ കിടന്ന് അതിന് സുഖമായിട്ട് കിടന്ന് കറങ്ങാം. ഇവിടെ ബോസിന്റെ അകത്ത് കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ബോസ് ഇവിടെ ബെയറിംഗ് പോലുള്ള ഒരു എഫക്റ്റ് ആണ് കൊടുക്കുക. ബെയറിംഗ് പോലെ ആക്റ്റീവ്.
അതായത് പിന്നിന്റെ ബെയറിംഗ് പോലെ നമ്മുടെ ബോസ് ആക്ട് ചെയ്യും. ഇനി ഇങ്ങനെ ഒരു കണക്ഷൻ വഴി അവിടെ ബെറ്റർ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവിടെ കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം പഠിച്ചാൽ ഫുൾ ഫ്ലോട്ടിംഗിൽ പിന്ന് എന്ന് പറയുന്ന ആള് എവിടെയും ഫിക്സർ ആയിരുന്നില്ല. കണക്ടിംഗ് റോഡിലും ഫിക്സർ അല്ല, പിസ്റ്റണിലും ഫിക്സർ അല്ല. രണ്ടാമത്തെ നമ്മൾ കണ്ടു പിസ്റ്റൺ എന്ന് പറഞ്ഞ ആള് പിൻ എന്ന് പറഞ്ഞ ആള് കണക്ടിംഗ് റോഡിൽ ഫിക്സർ ആണ്, പക്ഷെ പിസ്റ്റണിൽ ഫിക്സർ അല്ല. ഇനി മൂന്നാമത്തെ സ്റ്റേഷനറി ഗഡ്ജൻ പിൻ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ പിന്നിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഈ കാണുന്ന പിന്നിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത് പിസ്റ്റണിലോട്ടാണ്. തൊട്ട് മുന്നത്തേല് പിന്നിനെ ഫിക്സ് ചെയ്തിരിക്കുന്ന കണക്ടിംഗ് റോഡിലാണെങ്കിൽ ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ പിന്നിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നേരെ പിസ്റ്റണിലോട്ടാണ്. പിസ്റ്റണും പിന്നും ഒരൊറ്റ ആൾ പോലെ ആക്റ്റീവ്, രണ്ടുപേരും ഫിക്സർ ആണ്. പിന്നിന് നമ്മുടെ ബോസിൽ കിടന്ന് അതിന്റെ ഇഷ്ടത്തിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മുടെ കണക്ടിംഗ് റോഡിന് ഈ പിന്നിന്റെ ചുറ്റും കിടന്ന്, കാരണം ഇവിടെ കണക്ടിംഗ് റോഡ് വരുന്ന ആൾക്കൂട്ട് ഇങ്ങനെ ആ കണക്ടിംഗ് റോഡിന് നമ്മുടെ പിന്നിന്റെ ചുറ്റും അങ്ങോട്ട് കിടന്ന് ഇങ്ങനെ ആടാനായിട്ട് സാധിക്കും. കണക്ടിംഗ് റോഡ് റൊട്ടേറ്റ്സ് അറൗണ്ട് ദ പിൻ. പിന്നിന്റെ ചുറ്റും കിടന്ന് കണക്ടിംഗ് റോഡിന് അങ്ങോട്ട് കിടന്ന് നീങ്ങാനോ അല്ലെങ്കിൽ കറങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ ഈ രീതിയിലുള്ള കണക്ഷനാണ് സ്റ്റേഷനറി ഗഡ്ജൻ പിൻ. അത് തൊട്ട് മുന്നത്തായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് പിന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന കണക്ടിംഗ് റോഡിലായിരുന്നു, പക്ഷെ ബോസിൽ കിടന്ന് അല്ലെങ്കിൽ പിസ്റ്റണിൽ കിടന്ന് ഇഷ്ടമുള്ള പോലെ കറങ്ങാറുന്നു. പക്ഷെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന പിസ്റ്റണിലോട്ടാണ്. അപ്പൊ ബോസിൽ കിടന്ന് അതിനെ കറങ്ങാനായിട്ട് സാധിക്കില്ല. പക്ഷെ പകരം നമ്മുടെ കണക്ടിംഗ് റോഡിന് ഈ പറയുന്ന പിന്നിന്റെ അറൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആടാനും കറങ്ങാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ പിസ്റ്റൺ പിന്നെ അതിന്റെ പണി എന്തായിരുന്നു? അത് നമ്മുടെ പിസ്റ്റണയും കണക്ടിംഗ് റോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പിന്നാണ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത്. ആ കണക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് 3 രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. ഫുൾ ഫ്ലോട്ടിംഗ്, സെമി ഫ്ലോട്ടിംഗ്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഗഡ്ജൻ പിൻ. അപ്പൊ അവർ 3 തരം പ്രത്യേകത നമ്മൾ കണ്ടു. വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം അവരുടെ പടം വരച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്ത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ക്രാങ്ക് ഷാഫ്റ്റിന്റെ കണക്ഷൻ വരുന്നത് നമ്മുടെ പിസ്റ്റന്റെ നമ്മുടെ കണക്ടിംഗ് റോഡിന്റെ അടിഭാഗത്താണ്. കണക്ടിംഗ് റോഡിന്റെ ബിഗ്ഗർ എൻഡിലാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അതായത് ഇതിന്റെ ഉള്ളിലൂടെ ആയിരിക്കും ആ ക്രാങ്ക് ഷാഫ്റ്റ് കടന്നു പോവാം. ഇനി ക്രാങ്ക് ഷാഫ്റ്റിലാണ് ആദ്യമായിട്ട് റോട്ടറി മോഷൻ ഉണ്ടാവുന്നത്. നമുക്ക് വണ്ടിയിൽ നമ്മൾ പവറൊക്കെ ജനറേറ്റ് ചെയ്ത് നമ്മുടെ പിസ്റ്റൺ നേരെ മേലോട്ടും താഴത്തോട്ടൊക്കെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ വണ്ടിക്ക് വേണ്ട മോഷൻ എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന റോട്ടറി മോഷനാണ്. ഈ റൊട്ടേറ്റിംഗ് മോഷനായിട്ട് മാറ്റുന്നത്, കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ആദ്യത്തെ കറങ്ങുന്ന ആളെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കി ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ പണി എന്താണെന്നുള്ളതാണ്. ഇറ്റ് കൺവേർട്സ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി പിസ്റ്റൺ ഇൻ ടു റോട്ടറി മോഷൻ. കറങ്ങുന്ന മോഷനായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഇതിന്റെ പാർട്സ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പാർട്സുകളിൽ ആദ്യത്തെ ആള് എന്ന് പറയുന്നത് ക്രാങ്ക് പിന്നാണ്. നമ്മുടെ പിസ്റ്റൺ കഴിഞ്ഞ് കണക്ടിംഗ് റോഡ് നേരെ ചെന്ന് കണക്ട് ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഷാഫ്റ്റുകളാണ്. ഈ കാണുന്ന ഷാഫ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രാങ്ക് പിൻ. അപ്പൊ ക്രാങ്ക് പിന്നിലോട്ടാണ് നേരെ നമ്മുടെ കണക്ടിംഗ് റോഡ് ഒന്ന് കണക്ട് ആവുന്നത്. ഈ റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ക്രാങ്ക് പിന്നുകൾ കൂടാതെ വേറെ ഒരു പാർട്ട് ഓഫ് ഷാഫ്റ്റും കൂടെ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നുണ്ട്. അത് ഞാൻ വിളിക്കുന്ന പേരാണ് മെയിൻ ജേണൽ. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1, 2, 3 ഇങ്ങനെ ഒരു സെഗ്മെന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നേരെ സെഗ്മെന്റ് ആയിട്ട് കിടക്കുന്ന ഷാഫ്റ്റിന്റെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ ജേണൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ഷാഫ്റ്റ് കിടക്കുന്നത്. ഒരെണ്ണം നമ്മുടെ ക്രാങ്ക് പിന്ന്, ആ ക്രാങ്ക് പിന്നിലാണ് നമ്മുടെ കണക്ടിംഗ് റോഡ് എന്ന് കണക്ട് ആവുന്നത്. ഇനി നേരെ ഒരേ ലെവലിൽ കിടക്കുന്ന ഷാഫ്റ്റുകളുണ്ട്. ആ ഷാഫ്റ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ ജേണൽ. ഇനി ഈ ക്രാങ്ക് പിന്നിനെയും അതുപോലെ തന്നെ മെയിൻ ജേണലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ കാണുന്ന ആളുകൾ. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രാങ്ക് വെബ് അല്ലെങ്കിൽ സാധാ വെബ് എന്ന് പറഞ്ഞാൽ മതി, വെബ്. ഇനി വെബ് കൂടാതെ നമ്മൾ കൗണ്ടർ വെയിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഈ കൗണ്ടർ വെയിറ്റ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മുടെ പിസ്റ്റൺ മേലോട്ടും താഴത്തോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ അവിടെ ആ മേലോട്ടും താഴത്തോട്ടുള്ള മോഷൻ കാരണം അവിടെ ചെറിയൊരു ബാലൻസിന്റെ പ്രശ്നം വരും. അപ്പൊ ഈ ബാലൻസിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടർ വെയിറ്റ് കൊടുക്കുന്നത്. കൗണ്ടർ വെയിറ്റ് ഈസ് എ മാസാണ്. അതൊരു മാസാണ്, ഒരു വെയിറ്റ് അവിടെ കൊടുത്തേക്കുക. അത് ക്രാങ്ക് പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തത്. അത് എന്തിനാ? ബാലൻസ് ദ റൊട്ടേറ്റിംഗ് സിസ്റ്റം. അതിന്റെ റൊട്ടേറ്റിംഗ് സിസ്റ്റം ബാലൻസ് പിടിച്ചെടുത്ത് തന്നെയാണ് കൗണ്ടർ വെയിറ്റ് കൊടുത്തത്. ഇനി നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ അറ്റത്ത് ഫ്ലൈ വീൽ ഉണ്ടാവും. ആ ഫ്ലൈ വീൽ കഴിഞ്ഞിട്ടുള്ള ആള് പിന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്ലച്ച്, ഗിയർ ബോക്സ് ഒക്കെ വരും. അത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന പടം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പടത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. നോക്കാം. ഫസ്റ്റ് ക്രാങ്ക് പിൻ. അതെ, ഇത് 1, 2, 3, 4 ഇതെല്ലാം ക്രാങ്ക് പിന്നാണ്. ഇവിടെയാണ് നമ്മുടെ കണക്ടിംഗ് റോഡ് കണക്ട് ആവുന്നത്. ഇനി നേരെ ഒരൊറ്റ ലൈനിൽ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ ജേണൽ. രണ്ടാമത്തോളം മെയിൻ ജേണൽ ഇരിക്കുന്നത് മെയിൻ ബെയറിംഗുകളുടെ ഇടയിലാണ്. അതുകൊണ്ടൊന്ന് പോയിന്റ് ആയിട്ട് അറിയാൻ പറ്റും നോക്കാം. ഇനി ക്രാങ്ക് വെബ് എന്ന് പറയുന്നത് ഈ മേലെ പറഞ്ഞ രണ്ടുപേരുടെ ഇടയിലുള്ള ലിങ്കാണ്. ക്രാങ്ക് പിന്നിന്റെയും മെയിൻ ജേണലിന്റെയും ഇടയിലുള്ള ലിങ്കാണ് ക്രാങ്ക് വെബ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കൗണ്ടർ വെയിറ്റ് റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അത്രയും കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൗണ്ടർ വെയിറ്റ് ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ ബാലൻസ് ദ റൊട്ടേറ്റിംഗ് സിസ്റ്റം. ഇനി ഒരു പ്രത്യേകത കൂടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. ഈ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ അത് കറക്കുന്ന വേറെ കുറച്ച് പേരുണ്ട്. അതായത് വേറെ കുറച്ച് സാധനങ്ങൾ ഇത് ഓപ്പറേറ്റ് ചെയ്യും. ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ആ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് നമ്മൾ നേരെ ക്യാം ഷാഫ്റ്റിലോട്ട് കണക്ഷൻ കൊടുത്തത്. ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ക്യാം ഷാഫ്റ്റിനെ കറങ്ങുന്നത്. അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് ഓയിൽ പമ്പിനെ ഓപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കൂളന്റ് പമ്പിനെ ഓപ്പറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഓൾട്ടർനേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഈ പറയുന്ന ആളുകളെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് തന്നെയാണ്. ക്രാങ്ക് ഷാഫ്റ്റിന് എഞ്ചിൻ കറക്കും, ബാക്കി ഈ പറയുന്ന ആളുകളെയൊക്കെ ക്രാങ്ക് ഷാഫ്റ്റ് കറക്കും. ആ പേരുകൾ ഓർത്ത് വയ്ക്കുക. ക്യാം ഷാഫ്റ്റ്, ഓയിൽ പമ്പ്, കൂളന്റ് പമ്പ്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ.